ഇത് സീബ്ര ലൈനിൽ ആരെങ്കിലും ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഹോണൊക്കെ അടിച്ച് വന്നിട്ട് എവിടെ നോക്കിയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അലമുണ്ടാക്കുന്ന സ്വഭാവമാണ് നമുക്കുള്ളത്. എത്ര കൺട്രീസിലാണ് ഇപ്പോൾ ടോട്ടലി ബിസിനസ്? ഇപ്പോൾ 19ഓളം രാജ്യങ്ങളിലേക്ക് നമ്മൾ അയക്കുന്നത്. നിങ്ങൾ വെറുതെ ഇന്ത്യൻസ് മേക്കിംഗ് ഫുഡ്സ് എന്ന് പറഞ്ഞൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ എത്രയും വൃത്തികെട്ട രീതിയിലാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ സാധനങ്ങൾ ഉണ്ടാക്കി പോകുന്നതെന്ന് അറിയാൻ പറ്റും. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ലേബൽ കണ്ടാൽ ഇത് ആളുകൾ വാങ്ങുമോ എന്നുള്ളതാണ് ശരിക്കും ബയർ നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഈ പരിസ്ഥിതി മലിനീകരണത്തിനെതിരെയും അതേപോലെ തന്നെ ട്രാഫിക് റൂൾസിനെതിരെയൊക്കെ വളരെ നല്ല രീതിയിൽ ശബ്ദം ഉയർത്തുന്ന ഒരു വ്യക്തിയാണ്. വാസ്കോ ഡ ഗാമയാണ് ആദ്യമായിട്ട് കേരളത്തിൽ വന്നതെന്ന് ആരാ പറഞ്ഞു? ഈവൻ ദോ നമ്മൾ മലയാളീസ് ആണെങ്കിൽ കൂടി നമ്മൾ മറ്റു രാജ്യങ്ങളിൽ പോയിട്ടൊരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ. ഇവിടെ എല്ലാവരും വിചാരിക്കും കുറേ ലൈസൻസുകൾ ഇന്ത്യയിൽ നിന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് ലോകത്ത് മുഴുവൻ നമുക്ക് വിൽക്കാമെന്ന് വിചാരിക്കും. 3000 വർഷം മുമ്പേ മമ്മിഫൈൻ ചെയ്തിരുന്ന ഈജിപ്തിലെ ബോഡിയിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലുള്ള ഹൈ റേഞ്ചിലെ കുരുമുളക് മൂക്കിൽ നിന്ന് കിട്ടി. മമ്മിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ സ്പൈസസ്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും കേരളത്തിലാണെങ്കിലും നമ്പർ ഓഫ് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ റീസൺ? കേരളത്തിൽ ഇവിടെ പോർട്ടുകൾ ഉണ്ടായിരുന്നിടത്തിലേക്ക് ഈജിപ്തിൽ നിന്നും പല രാജ്യങ്ങളിൽ, മിഡിൽ ഈസ്റ്റിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും കേരളവുമായിട്ട് ബിസിനസ് ചെയ്തിരുന്നു. അതിൽ ഒരു ഒറ്റ പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഗോപകുമാർ എട്ടിപ്പോകും. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഗോപകുമാറാണ്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പല ആൾക്കാർക്കും നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണ് എക്സ്പോർട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത്. എക്സ്പോർട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ തന്നെ നമ്മുടെ കൂടെ വേണം. അങ്ങനെ നമുക്കൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിനെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, മിസ്റ്റർ ആനന്ദ് പോൾ. അദ്ദേഹമാണ് നമ്മളോട് കൂടെ ഇന്നുള്ളത്. അദ്ദേഹം എക്സ്പോർട്ടിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ ഞാൻ അദ്ദേഹത്തിനോട് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങളുടെ ഡൗട്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ തന്നെ നമ്മുടെ ഈ സെഷനിലേക്ക് ആനന്ദിനെ വെൽക്കം ചെയ്യണം. നമസ്കാരം ആനന്ദ്. നമസ്കാരം. ആനന്ദ്, നിങ്ങൾ ആക്ച്വലി കഴിഞ്ഞ 2012 പെനിവർത്ത് എന്നുള്ളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. പെനിവർത്ത് ലിമിറ്റഡ് എന്നുള്ള കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത്രയും വർഷമായി 2025 വരെ നിങ്ങൾ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ഓണ്ടർപ്രണർ ജേർണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് സാർ ഈ എക്സ്പോർട്ട് എന്നുള്ളൊരു ഇതിലേക്ക് സെഗ്മെന്റിലേക്ക് എത്തിയതെന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വിശദീകരിക്കാം? ആക്ച്വലി എക്സ്പോർട്ട് എന്ന് പറയുന്ന സെഗ്മെന്റിലോട്ട് എത്തി എന്നുള്ളത് നമ്മൾ തന്നെ ഇതായിരുന്നു എക്സ്പോർട്ട് എന്ന് തിരിച്ചറിയുന്നത് ഒരു 3-4 ഷിപ്മെന്റിന് ശേഷമാണ് ശരിക്കും. നമുക്ക് നമ്മുടെ കുറച്ച് പബ്ലിസിറ്റി പ്രോഡക്റ്റിന് കിട്ടി തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓർഡറുകൾ വരികയും അതെങ്ങനെയാണ് ഈ രാജ്യം കിടത്തി ആ രാജ്യത്ത് എത്തിക്കുക എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുകയും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് എക്സ്പോർട്ടായിട്ട് ചെയ്യുക അങ്ങനെയൊന്നും നമ്മൾ അങ്ങനെ ഒരു കോൺസെപ്റ്റിലോട്ട് പോയിട്ടില്ല. റൈറ്റ്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ ഏറ്റവും വലിയ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് തന്നെ എക്സ്പോർട്ട് ആകപ്പെടുന്ന ഒരു കാലമാണ്. എല്ലാ ആൾക്കാരും ലണ്ടനിലേക്കും ഒക്കെ സെൽഫായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ താങ്കൾ ഓൾറെഡി കേരളത്തിൽ ഇരുന്നുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പല ആൾക്കാർക്കും ഈ സംഭവം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ ഇത് വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണോ, ലൈക്ക് ഒരുപാട് സ്റ്റെപ്പുകളിലൂടെ പോകേണ്ട പ്രോസസ്സാണോ? ഒന്ന് ബ്രീഫായിട്ട് ആ ഒരു പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പോർട്ട് ഈസ് ആക്ച്വലി എ സിമ്പിൾ പ്രൊസീജിയർ. നമുക്കൊരു ബയ്യറെ കിട്ടുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ അകത്തൊരു ഹാർഡ് ജോബായിട്ടുള്ളൂ. അത് നമ്മൾ വൺസ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് എന്ന് പറയുന്നത് വലിയ കോംപ്ലിക്കേഷൻ ഉള്ള കാര്യങ്ങളല്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒന്നും തന്നെ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഉൽപ്പന്നം അത് തീരെ കൊള്ളില്ലെങ്കിൽ അത് കോംപ്ലിക്കേഷൻ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ സാറ് വളരെ സിമ്പിൾ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും കേരളത്തിലാണെങ്കിലും നമ്പർ ഓഫ് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ റീസൺ? അറിയില്ല ഇതെങ്ങനെയാണെന്നുള്ള കാര്യം അറിയില്ല. അതുകൊണ്ട് മാത്രമാണ്. ഒട്ടും അറിയില്ല, ഇതിനെക്കുറിച്ചിട്ട് ഐഡിയ ഇല്ല. ഇതിനെപ്പറ്റി എന്താണ് എക്സ്പോർട്ട് എന്നുള്ളതിനെ പറ്റി ഒരു അറിവില്ലായ്മ മാത്രമാണ് ഇതിൻ്റെ ഒരു റീസൺ. വേറെ അങ്ങനെ ഒരു കാരണങ്ങളൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഓൾറെഡി ഈ ഒരു സെഗ്മെന്റിൽ ഇപ്പോൾ കുറേ വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് ഈ പ്രോസസ്സിൽ എന്തൊക്കെ ചലഞ്ചസ് ആണ് മെയിനായിട്ടും വന്നിട്ടുള്ളത്? ചലഞ്ചസ് ഈസ് ഓൾസോ സെയിം. ചലഞ്ചസ് ആയിട്ട് അങ്ങനെ ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. പേയ്മെന്റ് നമുക്ക് കിട്ടാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും. അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന ക്രെഡിറ്റിൽ ഗുഡ്സ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ. പിന്നെ LC പേയ്മെന്റ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ പുറകിൽ. പക്ഷേ ഇതിലങ്ങനെ ഒരു ചലഞ്ച് എന്ന് പറയാൻ പറ്റുന്ന നമുക്കൊന്നും തന്നെ കാണാനുണ്ടാവില്ല. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഗുഡ്സിന് നമ്മുടെ കയ്യിൽ ഇത് കൊടുക്കാനിരിക്കുന്ന ഗുഡ്സ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, ദെൻ ദെയർ വിൽ ബി ചലഞ്ചസ് ദേ ഗോണ സ്റ്റാർട്ട്. നമുക്ക് ചില സർട്ടിഫിക്കേഷൻസ് കിട്ടാതെ വരും, നമുക്ക് ചില അപ്രൂവൽ കിട്ടാതെ വരും.
അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ചലഞ്ചസ് ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഒരു ചലഞ്ചസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എൻ്റെ ഇല്ല. അപ്പം നിങ്ങളൊരു ഇന്ത്യൻ ബ്രാൻഡായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അതെ അതെ. അപ്പം പെനിവോത്ത് എന്നുള്ളത് ഇന്ത്യൻ ബ്രാൻഡാണ്, പക്ഷേ ഇന്ന് അതൊരു ഗ്ലോബൽ ബ്രാൻഡാണ്. നിങ്ങൾ എത്ര കൺട്രീസിലാണ് ഇപ്പോൾ ടോട്ടലി ബിസിനസ്? ഇപ്പോൾ 19ഓളം രാജ്യങ്ങളിലേക്ക് നമ്മൾ അയക്കുന്നത്. യൂണിഫോംസ് ആണ് കംപ്ലീറ്റ് ആയിട്ട്? യൂണിഫോം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പോകുന്നത് യൂണിഫോംസ് ആണ്, പിന്നെ ടീഷർട്സ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സാറിനെ പോലെ തന്നെ ഈ ഒരു സെഗ്മെന്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവർ പല സെഗ്മെന്റ്സിൽ കാല് തട്ടി വീഴാറുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഗ്മെന്റ് സാറ് പറഞ്ഞ ഒരു ബയറെ കണ്ടെത്തുക. രജിസ്ട്രേഷൻ പ്രോസസ് ഒക്കെ വളരെ എളുപ്പമാണ്, കാരണം സാറ് GST ആണെങ്കിലും ഹൈക്കോർട്ട് ആണെങ്കിലൊക്കെ എളുപ്പമാണ്. പക്ഷെ കാല് തട്ടി വീഴുന്നത് ഈ ബയറെ കണ്ടെത്താന്നുള്ള പ്രോസസ്സാണ്. അവിടെയാണ് എല്ലാവരും ഫെഡപ്പായിട്ട് ഒരു സ്റ്റോപ്പ് ചെയ്യുന്നത്. നിങ്ങളെ സംബന്ധിച്ചിട്ട് ഈ ഒരു ചലഞ്ചിനെ നമുക്ക് എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും ശരിക്കും ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ? അതിന് ആദ്യം നമുക്കിവിടെ വേണ്ടത് നമ്മുടെ ഇതൊരു വലിയൊരു ആൻസറുള്ളൊരു ചോദ്യമാണ്. ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ ഈ ബയ്യറെ കണ്ടെത്തുന്നതിനകത്ത് നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത് മേ ബി നമ്മുടെ കൺട്രീനെ പറ്റിയായിരിക്കും, നമ്മുടെ രാജ്യത്തിനെ പറ്റിയായിരിക്കും. ഒരു ഫുഡ് എക്സ്പോർട്ട് ചെയ്യുന്ന പുതിയൊരു ന്യൂ കമ്മറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് നിന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പറ്റി ഒരു ബയ്യർ സെർച്ച് ചെയ്യുമ്പോൾ അദ്ദേഹം കാണുന്ന വീഡിയോസ് എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ വെറുതെ ഇന്ത്യൻസ് മേക്കിംഗ് ഫുഡ്സ് എന്നും പറഞ്ഞൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ എത്രയും വൃത്തികെട്ട രീതിയിലാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ സാധനങ്ങൾ ഉണ്ടാക്കി പോകുന്നതെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും നമുക്ക് നമ്മുടെ ആളുകളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഇൻഫർമേഷൻസ് വളരെ മോശമാണ്. അപ്പോൾ പെർസെപ്ഷൻ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഫുഡ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവരുടെ ഒരു പെർസെപ്ഷൻ അത് വേറെ. അതെ ഇതിൽ ഇപ്പം ഫുഡിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മുടെ കമ്പനിക്ക് UN സർട്ടിഫൈഡ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഈ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലാണോ എന്നൊക്കെ ഉള്ള സർട്ടിഫിക്കേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ഈവൻ ദോ ഒരു ബയ്യറിനെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുന്നത് ഏത് കൺട്രിയിൽ നിന്നാണ്, ആ കൺട്രിയിൽ ഇത് ചീപ്പായിട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി ഈ കൺട്രിയിൽ നിന്ന് വരുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ലേബൽ കണ്ടാൽ ഇത് ആളുകൾ വാങ്ങുമോ എന്നുള്ളതാണ് ശരിക്കും ബയ്യർ നോക്കുക. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് നമുക്ക്. ഇവിടെ നമ്മുടേതായ കുറേ മോശം വാർത്തകൾ ലോകത്ത് മുഴുവൻ കറങ്ങിടപ്പുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ, ഈ മോശം വാർത്തകൾ ഓടി നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സിനെയാണ്, നമ്മുടെ ഇന്ത്യയിലെ ബിസിനസ്സിനെയാണ്. സോ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരാൾക്ക് ഒരു ബയ്യറെ കണ്ടുപിടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് നിങ്ങൾ കേരളത്തിലെ ആളുകൾക്ക് നല്ലൊരു കൾച്ചർ ഉണ്ടാക്കി കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കേരളത്തിലെ ആളുകളുടെ ഫുഡ് ഹാബിറ്റ്, കേരളത്തിലുള്ള ആളുകൾ ഈവൻ റോഡുകളിൽ സീബ്ര ലൈനിൽ വണ്ടി നിർത്തുന്നത്, അങ്ങനെ തുടങ്ങി എല്ലാത്തിലും നല്ലൊരു കൾച്ചറാണ് ആദ്യം ഫോം ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഉൽപ്പന്നങ്ങൾ വിറ്റ് നോക്കും, ഈസി ആയിട്ട് സെല്ലാവും. അതുപോലെ വേസ്റ്റ് വലിച്ചെറിയുന്നത്, ഞാൻ അതിനൊക്കെ ഒരുപാട് അതിനെതിരെ ഞാൻ പ്രവർത്തിക്കുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി മറ്റേ ഈ പരിസ്ഥിതി മലിനീകരണത്തിനെതിരെയും അതേപോലെ തന്നെ ട്രാഫിക് റൂൾസിനെതിരെയൊക്കെ വളരെ നല്ല രീതിയിൽ ശബ്ദം ഉയർത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാനിതിൽ ഒരു കാര്യം കൂടെ പറയാം. ശരിക്കും ഈ മലയാളികൾ എന്ന് പറയുന്ന നമ്മുടെ സമൂഹം അത് വളരെയധികം നമുക്ക് ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവ സവിശേഷതയുള്ള ആളുകളാണ്. നമ്മൾ ലോകത്ത് എവിടെ ചെന്നാലും ആ രാജ്യത്തെയൊക്കെ റൂൾസ് വളരെ വൃത്തിയായിട്ട് പാലിക്കുന്ന ആളുകളാണ്. ആ കാര്യത്തിൽ നമ്മൾ വളരെ സ്പെഷ്യലാണ് 100%. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കഴിച്ച ആ ഫുഡിന്റെ വേസ്റ്റ് വരെ റോഡിലേക്ക് വലിച്ചെറിയാൻ ഒരു മടിയില്ല. ഇത് കാണുന്ന ഒരു വിദേശിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത് ഒരിക്കലും ഡൈജസ്റ്റ് ആവില്ല. അയാളുടെ രാജ്യത്ത് അയാൾ കുറച്ചും കൂടെ വൃത്തിയായിട്ടായിരിക്കും കാണുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്ന് ഒരു ഉൽപ്പന്നം വാങ്ങണമെന്ന് അവരാഗ്രഹിക്കും. ഇപ്പം ഗോപകുമാർ ആഗ്രഹിക്കുമോ? ഗോപകുമാർ വളരെ വൃത്തികേടായിട്ട് കണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഫുഡ് പ്രോഡക്റ്റ് മേടിച്ച് കഴിക്കാൻ ആഗ്രഹിക്കും? ഇല്ല, തീർച്ചയായിട്ടും. ഇത് തന്നെയാണ്, ഇതൊരു ബേസ് കാര്യമാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പുറത്തുനിന്ന് ആളുകൾ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്, നിങ്ങൾ ജപ്പാനിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരാളോട് ഒരു വഴി വെച്ചാൽ അയാൾ ക്യാഷ് കൗണ്ടറിൽ നിൽക്കുന്ന ആളാണെങ്കിൽ അയാൾ ആ ക്യാഷ് കൗണ്ടറിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ ഒപ്പം വന്ന് വഴി ചൂണ്ടിക്കാണിച്ചിട്ട് തിരിച്ചു പോയി ജോലി ചെയ്തു. വളരെ തിരക്ക് പിടിച്ച ആളാണെങ്കിൽ നമ്മൾ മലയാളികൾ അങ്ങനെ തന്നെയാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ശരിക്കും അങ്ങനെ തന്നെ ആൾക്കാർക്ക് വേണ്ടി മാക്സിമം കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവ സവിശേഷതയുള്ള ആളുകളാണ് നമ്മൾ മലയാളികൾ. പക്ഷേ ഇത് ഇത്തരം കുറച്ച് കാര്യങ്ങളിൽ ഒരു മര്യാദ ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ട്രാഫിക് റൂൾസിൽ വാഹനങ്ങൾ വെറുതെ ഹോൺ അടിക്കൊണ്ടിരിക്കുന്നത്, ഒരു സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നവർ ആദ്യം റോഡിലെ കൺസിഡറേഷൻ കൊടുക്കേണ്ടത് ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് ആംബുലൻസിനും രണ്ടാമത് സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന ആളുകൾക്കാണ്. ഇത് സീബ്ര ലൈനിൽ ആരെങ്കിലും ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഹോണൊക്കെ അടിച്ച് എന്നിട്ട് എവിടെ നോക്കിയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അലമ്പുണ്ടാക്കുന്ന സ്വഭാവമാണ് നമുക്കുള്ളത്. ഇത് മാറി നമ്മുടെ നാട്ടിലെ കൾച്ചർ കുറച്ചും കൂടി ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ജപ്പാൻകാർക്ക് ഒരു ബയ്യറെ കണ്ടുപിടിക്കാൻ എളുപ്പമുള്ളതുപോലെ നമുക്കും മലയാളികൾക്കും ഒരു ബയ്യറെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. സോ ബയ്യറെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്നവർ ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന കൾച്ചർ ചേഞ്ചിന് വേണ്ടി ഇവിടെ നല്ലോണം പണിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഒരു ഹാക്കായിട്ട് പല ആൾക്കാരും ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഈവൻ ദോ നമ്മൾ മലയാളീസ് ആണെങ്കിൽ കൂടി
നമ്മൾ മറ്റു രാജ്യങ്ങളിൽ പോയിട്ടൊരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ദുബായിൽ ഓപ്പൺ ചെയ്യുന്നവരുണ്ട്, US ഓപ്പൺ ചെയ്യുന്നവരുണ്ട്, UK ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മുടെ പല പ്രോഡക്റ്റുകളും ദുബായ്ക്കാണ്. സ്പൈസസ് ഒക്കെ നിങ്ങൾ എക്സ്പോർട്ടിന്റെ ഡേറ്റ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദുബായ്ക്കാണ് ഏറ്റവും കൂടുതൽ പോവുക. അവിടെ നിന്നും പല രാജ്യങ്ങളിലേക്ക് ഷിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ദുബായിലെ പ്രോഡക്റ്റ് ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ അത് മാത്രമല്ല ടാക്സിന്റെ ദുബായിൽ ടാക്സ് ഇല്ല എന്നുള്ളതും ഇൻകം ടാക്സ് ഇല്ല എന്നുള്ളതും ഒക്കെ അതിന്റെ ഒരു ഫാക്റ്റാണ്. ഇതിനെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് വേറെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അങ്ങനെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, നിങ്ങൾ ഇവിടെ തന്നെ തുടങ്ങിയ വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കഴിഞ്ഞ വർഷം 2023-24 ഫിനാൻഷ്യൽ ഇയർ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു കേരളത്തിൽ ഒരു 4000 കോടി രൂപയുടെ പ്ലസ് കോടി രൂപയുടെ, അത് അതിന്റെ തൊട്ട് ബാക്കിലെ വർഷത്തെ അപേക്ഷിച്ച് ഒരു 17% ഇൻക്രിമെന്റ് ഉണ്ടായി. 17. ഇവിടെ മറൈൻ പ്രൊഡക്ട്സ് പോയിട്ടുണ്ട്, കയർ പ്രൊഡക്ട്സ് പോയിട്ടുണ്ട്, അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ ഗുഡ്സ് പോയിട്ടുണ്ട്, റൈസ് ഐറ്റംസ്, സ്പൈസസ്, ഇത് കുറെ ഐറ്റംസ് ആണ് പോയിട്ടുണ്ട്. സാറ് ടെക്സ്റ്റൈലാണ് ഉള്ളത് അല്ലെ, കെമിക്കൽസ് പോയിട്ടുണ്ട്. ഇതിൽ കുറേ ഭാഗങ്ങളൊക്കെ ഗവൺമെന്റിന്റെ അണ്ടറിലാണ്, കുറേ സെഗ്മെന്റ്സ് ഒക്കെ എക്സ്പോർട്ട് ഗവൺമെന്റിന്റെ, കാഷ്യൂ ഒക്കെ കുറേ ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. ഇവിടെ അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ഗവൺമെന്റ് ഓരോ ബോർഡുകളുണ്ട്. ട്രൂ. അപ്പോൾ നമ്മളൊരു ബിഗിനർ, ഇപ്പം ഞാനൊരു ബിഗിനറാണ്, സോ എനിക്ക് ഈ കോൺസെപ്റ്റ് സാർ പറഞ്ഞത് എളുപ്പമുള്ള ഒരു പരിപാടിയാണ് പഠിച്ചാൽ. അപ്പോൾ ഞാനിത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെഗ്മെന്റിൽ സാറ് സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മൈക്രോ നീഷ് ഏതായിരിക്കും? ഇത് ഞാൻ കുറേ സെഗ്മെന്റ് പറഞ്ഞല്ലോ. ഫിഷ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് ചെറിയൊരു ബഡ്ജറ്റിലും തുടങ്ങാൻ പറ്റിയ ഒരു സംരംഭമല്ല. അതിന് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും വേണം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്ന കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്യണം. എന്നിട്ട് അവരുമായിട്ട് ബിസിനസ് ചേർന്ന് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ വരുന്ന കൊയർ ബിസിനസ്, ഇറ്റ്സ് വെരി ഈസി ടു സ്റ്റാർട്ട് ഫോർ എ ബിഗിനർ. എന്തെങ്കിലും ഒരു വ്യത്യസ്തത അതിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസോ അല്ലെങ്കിൽ കൊയറിന്റെ ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് കൊണ്ടുവന്നത്, അതിൽ ഒരു വ്യത്യാസം കൊണ്ടുവന്ന് ബയറിന് ഇംപ്രഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് കയറിൽ ചെയ്യാൻ പറ്റും. സ്പൈസസിലും ചെയ്യാൻ സാധിക്കും. പക്ഷേ സ്പൈസസിന്റെ പ്രൈസ് വേരിയേഷൻസിന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി നടത്തിയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത്തരം പ്രോഡക്റ്റുകളെല്ലാം വിദേശ മാർക്കറ്റുകളിൽ പോകുന്ന വില, അതൊരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ആക്ച്വലി ഈ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന എന്ത് വിലക്കാണ്, ആരാണ് എക്സ്പോർട്ട് ചെയ്തത്, മേടിച്ചത് ആരാണ്, എത്ര ഗുഡ്സ് ആണ് പോയിരിക്കുന്നത്, ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് മേടിക്കാനും നമുക്കത് പഠിക്കാനും പറ്റും. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടുകാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ എന്ന് പറയുന്നതിന് പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു നഷ്ടമായിട്ട് കണക്കാക്കും, ഡേറ്റയ്ക്കും പരസ്യത്തിനും. ഈ രണ്ട് കാര്യങ്ങൾക്ക്, പരസ്യത്തിനും ഡേറ്റയ്ക്കും പൈസ കൊടുക്കാൻ മടിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. അതൊരു പോയിന്റാണ്. അപ്പോൾ ഈ പറയുന്ന ഡേറ്റകൾ വാങ്ങി അതിൽ സ്റ്റഡി നടത്താൻ വേണ്ടി സമയം കണ്ടുപിടിച്ചാൽ, മലയാളിയല്ലേ, നല്ല വിദ്യാഭ്യസമുള്ള ആളുകളല്ലേ, അവർ സ്റ്റഡി നടത്തി എന്താ കുഴപ്പം, അപ്പോൾ പഠിച്ചൂടെ? അപ്പോൾ അങ്ങനെ അതിന് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഡെവലപ്പ് ആവാൻ സാധിക്കും. അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഈ സെഗ്മെന്റിൽ സാർ പറഞ്ഞു കയർ, അതേപോലെ തന്നെ ഇപ്പോൾ സ്പൈസസ് നല്ല സ്റ്റിൽ സ്കോപ്പ് ഉണ്ട് അല്ലേ? അതിൽ രണ്ട് നമുക്ക് സ്കോപ്പ് ഉണ്ട്, പക്ഷേ ഈ സ്റ്റഡി ആവശ്യമാണ് വളരെ. അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ല പ്രൊഫൈലും ആവശ്യമാണ്. റൈറ്റ്. അപ്പം ആ ഒരു ഫൗണ്ടറുടെ പ്രൊഫൈൽ ലൈക്ക് അത് ആക്ച്വലി ഈ ഒരു നമ്മൾ എക്സ്പോർട്ട് സ്ഥാപനത്തിന്റെ പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയാണ് എല്ലാം, നമ്മുടെ ആ കമ്പനിയുടെ എക്സ്പോർട്സ് എന്നുള്ളൊരു കമ്പനി ഉണ്ടാവും, അതിൻ്റെ അണ്ടറിൽ കുറേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. റൈറ്റ്. ഇപ്പം ഫൗണ്ടർ ഡ്രിവൺ ആയിട്ടുള്ള ഒരു എക്സ്പോർട്ട് എക്കണോമി ക്രിയേറ്റ് ആവുന്നുണ്ട് അല്ലേ? ഈവൻ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം ഏലൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ പല ഫൗണ്ടേഴ്സും അവർ തന്നെ ഇറങ്ങിയിട്ട് ഡൗൺ ഇതിലേക്ക് ചെയ്യുന്ന. ഈ ഒരു സ്ട്രാറ്റജി എത്രമാത്രം എഫക്റ്റീവ് ആണ് ഇന്നത്തെ കാലത്ത്? ട്രസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എൻ്റെ വെബ്സൈറ്റ് എടുത്ത് എൻ്റെ pennyworth.in, അതിൽ വെബ്സൈറ്റിൽ എൻ്റെ ഇപ്പോൾ കുറച്ചധികം സ്ഥാപനങ്ങളുണ്ട്, എല്ലാത്തിൻ്റെയും വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോ അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ കൊടുക്കുന്നതല്ല, അതിലൊരു സ്ട്രാറ്റജി അങ്ങനെ വേണം. കാരണം ഇപ്പം ഒരാളുടെ ഫേസ് ഉണ്ട്, ഇതിന് പുറകിൽ ഒരാളുണ്ട് എന്ന് കണ്ടാൽ മാത്രമാണ് ഈ ബയ്യേഴ്സിനാണെങ്കിലും ആർക്കാണെങ്കിലും ആ ട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. റൈറ്റ്. ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ വളരെ എളുപ്പമാണ്. റൈറ്റ്. ഈ പേപ്പേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ, അതാണ് വേറെ മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ എല്ലാവരും വിചാരിക്കും കുറേ ലൈസൻസുകൾ ഇന്ത്യയിൽ നിന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് ലോകത്ത് മുഴുവൻ നമുക്ക് വിൽക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടുത്തെ ലൈസൻസുകൾക്കൊന്നും ഒരു കമ്പനി എന്നോട് ഇതുവരെ നിങ്ങൾക്ക് ആ ലൈസൻസ് ഉണ്ടോ, ഇന്ത്യയിൽ ഈ ലൈസൻസ് ഉണ്ടോ, നിങ്ങൾ ഇന്ത്യയിൽ ഏത് രജിസ്ട്രേഷൻ ആണ് എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. സീരിയസ്ലി ചോദിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ പിച്ചിലൂടെയാണ് നിങ്ങൾ കസ്റ്റമേഴ്സിനെ മോസ്റ്റ്ലി ക്ലോസ് ചെയ്യുന്നത്? നമ്മുടെ പിച്ചിലൂടെയും നമ്മുടെ ഉൽപ്പന്നങ്ങളുമാണ് അവരോട് സംസാരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു ഫേസ് ഇതിന്റെ ബാക്കിലുണ്ടെന്നുള്ളതാണ് അതിന്റെ മെയിൻ കാര്യം. ആ ട്രസ്റ്റിലാണ് കസ്റ്റമർ. ഈവൻ ഓരോ സ്റ്റാഫുകളാണെങ്കിൽ പോലും ഞാൻ ക്ലിയർലി പറയാറുള്ളതാണ്, നിങ്ങളുടെ സ്വന്തം ഫോട്ടോ മാത്രമേ പ്രൊഫൈൽ പിക്ചറായി ഇടാവുള്ളൂ. നിങ്ങളൊരു കാരണവശാലും കമ്പനിയുടെ ഫോട്ടോയും കമ്പനിയുടെ പേരും ലോഗോയും നിങ്ങൾ പ്രൊഫൈൽ പിക്ചറാക്കി ഇടണ്ട. കാരണം ഇവർക്ക് അതൊരു ഉടായ്പ കാണിക്കാനുള്ള ഒരു വഴിയാണ് ഇവരുടെ ഫോട്ടോ അല്ലെങ്കിൽ. അതുകൊണ്ട് അത് കൃത്യമായി ഞാൻ ഇന്നയാളാണ് സംസാരിക്കുന്നത്. ഇന്ന് രാവിലെയും കൂടെ ഞാൻ എൻ്റെ ഒരു സ്റ്റാഫിനോട് പറഞ്ഞാണ്, മെസ്സേജ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനാന്ന് വിചാരിച്ചിട്ട് കമ്പനിയിലോട്ട് മെസ്സേജ് അങ്ങ് സംസാരിക്കും. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ പേര് ആദ്യം പറയുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക.
എൻ്റെ അഭിപ്രായങ്ങളാണെന്ന് വിചാരിച്ചൊന്നും പറയരുത്, ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും. റൈറ്റ്. ഇപ്പോൾ സെയിൽസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും പല ആൾക്കാരും അവരുടെ കമ്പനിയുടെ പ്രൊഫൈലാണ് വെക്കുക. പക്ഷെ അത് വളരെ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ്. ബിക്കോസ് ദേ വാണ്ട് ടു സ്പീക്ക് ഹ്യൂമൻ. അപ്പോൾ അതൊരു വലിയൊരു പോയിന്റാണ്. അപ്പം നിങ്ങൾ ഇപ്പം ഈ ഒരു സെഗ്മെന്റിലേക്ക് ഇറങ്ങി, നമ്മളുടെ ഒരു കേരളത്തിന്റെ കൾച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഈവൻ ലൈക്ക് ഒരു 1400-കളിൽ തന്നെ നമ്മൾ വാണിജ്യം തുടങ്ങിയിട്ടുണ്ടല്ലേ. ഇപ്പം വാസ്കോഡി ഗാമ, അതേപോലെ തന്നെ ഇപ്പം എന്താ പറയണ്ടേ, പോർച്ചുഗീസ്. ഇതിലൊരു കള്ളമുണ്ട്. ഓക്കെ, വാസ്കോഡി ഗാമയാണ് ആദ്യമായിട്ട് കേരളത്തിൽ വന്നതെന്ന് ആരാ പറഞ്ഞു? അല്ല, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറേ നുണകളാണ്. ഓക്കെ, ഇതൊക്കെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പർപ്പസ്ഫുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് കഥകളുമാണ്. നിങ്ങൾ എന്താ അങ്ങനെ ഇങ്ങനെയൊന്നും അല്ലത്, ഇതിങ്ങനെയൊന്നും അല്ല. ഓക്കെ, ഇതിന്റെ വ്യക്തമായ കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. 3000 വർഷം മുമ്പേ മമ്മിഫൈൻ ചെയ്തിരുന്ന ഈജിപ്തിലെ ബോഡിയിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലുള്ള ഹൈ റേഞ്ചിലെ കുരുമുളക് മൂക്കിൽ നിന്ന് കിട്ടി. മമ്മിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ സ്പൈസസുകൾ. ഓക്കെ, 3000 വർഷം മുന്നേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര വർഷം മുന്നേ ഈ ഷിപ്പിംഗ് ലൈൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. മനസ്സിലായോ? അതുപോലെ തന്നെ മുസ്ലിസ് പട്ടണം നമ്മൾ മലയാളികൾ ഓരോരുത്തർ അറിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ വൈ ഐ ആം പ്രൊമോട്ടിംഗ് ദി എക്സ്പോർട്ട്. ഈ ഇന്ത്യയിൽ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു കേരളം. മുസ്ലിസ് പട്ടണം നമ്മുടെ ജോഗ്രഫി അത്രയും പെർഫെക്റ്റ് ആണ്. ഈ ഒരു കണ്ടീഷനും അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. കേരളത്തിൽ ഇവിടെ പോർട്ടുകൾ ഉണ്ടായിരുന്നിടത്തിലേക്ക് ഈജിപ്തിൽ നിന്നും പല രാജ്യങ്ങളിൽ, മിഡിൽ ഈസ്റ്റിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും കേരളവുമായിട്ട് ബിസിനസ് ചെയ്തിരുന്നു. അതിൽ ഒരു ഒറ്റ പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഗോപകുമാർ എട്ടിപ്പോകും. ഡയമണ്ട്സ് ഇവിടെ വാണിജ്യം ചെയ്യപ്പെട്ടിരുന്നു. ഇവിടെ കേരളത്തിൽ ഡയമണ്ടുകൾ വാണിജ്യം ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരം വാണിജ്യങ്ങൾ ഇവിടെ 2000 വർഷം തൊട്ടേ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഈ വാസ്കോഡി ഗാമയാണോ ആദ്യം കേരളത്തിൽ കണ്ടുപിടിച്ച് കാലുകുത്തിയത്? അതൊരു കാര്യം. കേരളത്തിൽ ഇത്രയും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ബിസിനസ് എന്തുകൊണ്ട് കേരളം എന്താ ഉപഭോഗത്വ സംസ്ഥാനം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഈ ബിസിനസ് എല്ലാം ഇങ്ങനെ നോർത്തിലേക്ക് ട്രാവൽ ചെയ്തത്? ഗുജറാത്താണ് നമ്പർ 1. അതിലൊരു കാരണമുണ്ട്. ഗുജറാത്ത് ഡയമണ്ട് എക്സ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. കേരളത്തിലുണ്ടായിരുന്നു ഇത്. ഇവിടെ സ്പൈസസ് ആയിരുന്നു കച്ചവടം മെയിനായിട്ട് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കച്ചവടങ്ങളുടെ ഒരു ഹബ്ബായി മാറിയിരുന്നു ഈ മുസ്ലിസിനെ പറ്റി ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല, സംഗമഗ്രാമം മാധവൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. സംഗമഗ്രാമം മാധവൻ കേട്ടിട്ടില്ല. ഈ ഇടയ്ക്ക് ഗ്രിഗറി തിയറിനെ മാധവ ഗ്രിഗറി തിയറി എന്ന് മാറ്റി. ഞാൻ ഈ സംഗമഗ്രാമം മാധവനെ പറ്റി അന്വേഷിച്ച് ഒരു മണിക്കൂറുള്ള വീഡിയോ വരെ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ മലയാളികൾ നമ്മുടെ ചരിത്രം അറിയണം, നമ്മുടെ നാട്ടിൽ എങ്ങനെയൊക്കെ ആയിരുന്നു പോലും അറിയണം. ഇവിടെ സായിപ്പന്മാർ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ഒരുപാട് ഗണിതശാസ്ത്രത്തിന്റെ ഈവൻ പൈയുടെ വാല്യൂ വരെ അതിനു മുമ്പേ കണ്ടുപിടിച്ച് എഴുതി വെച്ചിരുന്ന ആളാണ് മലയാളത്തിലെ സംഗമഗ്രാമം മാധവൻ എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തെ പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ തന്നെ റെഫറൻസ് ഉണ്ട്. അതല്ലെങ്കിൽ അതിന് റെഫർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ വേണമെങ്കിൽ ഡയറക്റ്റ് എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അത്രയ്ക്കും പൈതൃകമായി കേരളത്തിൽ ഇത്രയും സജീവമായി പോയിക്കൊണ്ടിരുന്ന കേരളം, ഇത്രയും ഐഡിയോളജി ഉള്ള, ഇത്രയും നല്ല മനുഷ്യരിവിടെ ജീവിച്ചുകൊണ്ടിരുന്ന കേരളത്തിൽ നിന്നും എല്ലാം കൈവിട്ടുപോയി. ഈ സംഗമഗ്രാമം മാധവന്റെ ഐഡന്റിഫിക്കേഷൻ എല്ലാം ഇവിടുന്ന് പോയി. അതെല്ലാം മറ്റു പല സായിപ്പന്മാരുടെ പേരിലും ഇവിടെ വളരെ വലിയ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളായിട്ട് പുറത്തേക്ക് വന്നു. ഇപ്പൊ അത് അമേരിക്ക വരെ അംഗീകരിച്ചിട്ട് ഇതിനെ മാധവ ഗ്രിഗറി തിയറി എന്ന് മാറ്റി. ആ തിയറിയുടെ പേര് മാറ്റി. ഇപ്പോഴും അത് എത്ര പേര് അറിഞ്ഞു? നമ്മുടെ മലയാളത്തിൽ ആരെങ്കിലും ഗോപകുമാർ അറിഞ്ഞോ? അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ പ്രശ്നം. ഇതിനെപ്പറ്റി ഒരു ഇൻഫർമേഷൻസ് ആരും മനസ്സിലാക്കുകയില്ല, അറിയുകയില്ല. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മലയാളികൾ ആക്ച്വലി ഇന്ത്യയുടെ നമ്പർ 1 ബിസിനസ്സുകാരാണ്. ഇന്ത്യയുടെ നമ്പർ 1 ബിസിനസ്. ആ ചരിത്രം നമുക്കുണ്ട്. ഒരു കാരണവശാലും പൈതൃകമൊന്നും ഇല്ലാണ്ടാവുന്നില്ല. ആ ചരിത്രം നമുക്കുണ്ട്, അതിന് തെളിവുകളുണ്ട്. ഇവിടെ മുസ്ലിം പട്ടണത്തിൽ നിന്നും പോയിരിക്കുന്ന ഷിപ്മെന്റുകൾ എത്രയാണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ അത് വേണമെങ്കിൽ ഞാൻ ഒരു ബുക്കിന്റെ പേര് പറയാം. അത് ഇതിന്റെ താഴെ ഒന്ന് എഴുതി കാണിച്ചാൽ, എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ താഴെ ഒന്ന് എഴുതി കാണിച്ചേരെ. ആ ബുക്ക് എഴുതിയിരിക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് ഗ്രീക്ക് ലാംഗ്വേജിൽ എഴുതിയാണ്. അതിന്റെ ഓതറിന്റെ പേരെന്താന്നൊന്നും അറിയത്തില്ല ആർക്കും. അന്നേ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് മനസ്സിലാക്കാതെ നമ്മളിപ്പോഴും ജോലിയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ തലമുറ മുഴുവൻ. ഇതിലൊക്കെ ഒരു തിരിച്ചുവരവ് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ദാറ്റ്സ് മൈ പൊളിറ്റിക്സ്. അതാണ് എൻ്റെ പൊളിറ്റിക്സ്. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഡെവലപ്പ് ആവണം എന്നുള്ളതാണ് എൻ്റെ പൊളിറ്റിക്സ്. വളരെ അഡോറബിൾ ആയിട്ടുള്ള, ഏറ്റവും നല്ല ബിഹേവിയർ സ്വഭാവമുള്ള, ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ നാട്ടിലെ ആളുകളോട് വളരെയധികം റെസ്പെക്ട് കാണിക്കുന്ന മലയാളി നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. സാറിൻ്റെ ഈ എക്സ്പോർട്ട് ബിസിനസ്സിലൂടെ നിങ്ങൾ പല രാജ്യങ്ങൾ കാണുമ്പോൾ അവിടുത്തെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അവർക്ക് നമ്മളിൽ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നോക്കുകയാണല്ലേ? യെസ്. അതായത് ഇപ്പം ഓരോ കൺട്രിയിൽ നമ്മൾ ചെന്ന് ഓരോ ആളുകളെ മീറ്റ് ചെയ്ത് സംസാരിക്കുമ്പോഴും നമ്മൾ
കുറച്ച് ഇൻഡെപ്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ നാട്ടുകാരെ പോലെ തന്നെയാണല്ലോ, നല്ലതാണെന്ന് തോന്നുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടുകാരാണ് നമുക്ക് തോന്നിപ്പോകും. നമുക്ക് അവരോട് വളരെയധികം അടുപ്പം തോന്നിപ്പോകും. നമ്മളിപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഗോപകുമാർ എന്നെ ഗോപകുമാറിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിക്കുകയാണ്. ഗോപകുമാർ എന്നോട് പറയാണ് ഒരു ബീറും ഒരു സ്നാക്സും ഞാൻ ആനന്ദിന് ഓഫർ ചെയ്യുന്നു. ഞാൻ ബർത്ത്ഡേ പാർട്ടിക്ക് ഗോപകുമാറിൻ്റെ സ്ഥലത്ത് വന്നിട്ട് ഞാൻ അവിടെ നിന്ന് രണ്ടാമതൊരു ബീർ എടുത്താൽ ഞാൻ അതിൻ്റെ പൈസ ഗോപകുമാറിന് തന്നെ. മനസ്സിലായോ? അങ്ങനെ അല്ലാത്ത യൂറോപ്യൻ കൺട്രി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആളുകൾ പറയട്ടെ. മനസ്സിലായോ? അത് ഭയങ്കര അത്ഭുതമായിട്ട് ഗോകുമാറിന് തോന്നിയല്ലേ? അല്ലേ? ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അപ്പൊ ഗോകുമാർ ആലോചിച്ച് നോക്കുക മലയാളികൾ എങ്ങനെയാന്നുള്ളത്. ഇപ്പൊ കുറെ ആളുകൾ പറയാൻ പോകുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അറബി നാട്ടിൽ ബില്ല് കൊടുക്കാനും ഇടി ഉണ്ടാക്കുന്നൊക്കെ ഇപ്പൊ ആളുകൾ പറയാൻ വരും. ഞാൻ അറബികളെ പറ്റിയല്ല പറയുന്നത്, മലയാളികളുടെ സ്റ്റാൻഡേർഡ് എവിടെ നിൽക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ ഒരു ബില്ല് ഗോകുമാറിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഗോകുമാർ എൻ്റെ മേടിക്കും? ഇല്ല, നമുക്ക് ഒബ്വിയസ്ലി അതൊരു ഇതാവില്ല. ഇതാണ് യൂറോപ്യൻസ്. ഇപ്പൊ ഞങ്ങളുടെ ഓഫീസിൽ ഒരു യൂറോപ്യൻ ഉണ്ട്, ഒരു UK കാരനുണ്ട്, ലൂക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ അദ്ദേഹത്തോടെ കഴിഞ്ഞ ദിവസം ആനച്ചാലിന്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ അദ്ദേഹം കൊടുത്ത ബില്ല് നോക്കിയിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് കണക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു നടപടിയാവില്ല, ഇവിടെ അങ്ങനെയൊന്നും ഇല്ല പറഞ്ഞു. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെയല്ല. ഇപ്പൊ പുള്ളി ഞങ്ങളുടെ അടിമാലിന്റെ ഓഫീസിൽ ഇപ്പോൾ അവിടെ പുള്ളി പണിയെടുക്കുന്നുണ്ട്. അതാണ് ഒരു കൈൻഡ് ഓഫ് ലൈക്ക് ഒരു കൾച്ചർ. ഞാൻ പൈസയുടെ കേസിൽ മാത്രമല്ല, ഒരാൾക്കൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമ്മളവിടെ 100% ആത്മാർത്ഥമായിട്ട് നിൽക്കും. മലയാളികൾ അങ്ങനെ നിന്നിരിക്കും. അതിനൊക്കെ എത്ര എക്സാമ്പിൾ ഉണ്ട്, ഞാൻ ഇനി പറയണോ? ഓൾറെഡി അതൊക്കെ ബെസ്റ്റാണ്. നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ വിട്ടിട്ട് സാറ് പറഞ്ഞ ഈ ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കൾച്ചർ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നമ്മൾ ഇത്രയും സ്കോപ്പുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് പല ആൾക്കാരും കണക്റ്റഡ് ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ബിസിനസ് ഇപ്പം കാലങ്ങൾ കഴിയും തോറും രാജ്യങ്ങളിലെ അതിർത്തികൾ ഇല്ലാതാവും എന്ന് ഒരുപാട് ആളുകൾ പറയാറുണ്ട്. അതിൽ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിർത്തികൾ അതിർത്തികൾ ഇല്ലാതാവുന്നതാണ്. ശരിക്കും ഈ ബിസിനസ് എന്ന് പറയുന്നതും കൾച്ചറുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്, ഭയങ്കര കണക്ഷനുണ്ട്. നമ്മൾ അത് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയിക്കുന്നത്. നമ്മൾ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു കേരളമാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഗോപകുമാർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഗോപകുമാറിനെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളാണ് ഇവിടെ മൊത്തം ഉള്ളതെന്ന് ഗോപകുമാർ വിചാരിക്കുക. ഒരു ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ ഒരു വേസ്റ്റ് പോലും കാണാത്ത, ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നീറ്റായി ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു കേരളമാണ് ഇത് എന്ന് വിചാരിക്കുക. നമ്മുടെ കൈലുമുണ്ട കൊടുത്താൽ മതി, ഫുഡെല്ലാം നീറ്റായിരുന്നാൽ മതി. അങ്ങനെയെങ്കിൽ ഗോപകുമാറിന്റെ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ വിപണിയിൽ നല്ല മൂല്യം ഉണ്ടാവും. ഇത് കണക്റ്റഡ് ആണ്. ഇത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ പറയുന്നത്. എന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. നിങ്ങൾ മറ്റു രാജ്യങ്ങൾ നോക്കിയോ, ഏറ്റവും നല്ല വേസ്റ്റ് മാനേജ്മെന്റ് ഉള്ള രാജ്യമാണ് ജർമ്മനി. ജർമ്മനിയുടെ ഉൽപ്പന്നങ്ങളെ പറ്റി എന്താ അഭിപ്രായം? 100% ജർമ്മൻ കാർസ് എന്ന് പറയുന്നതും ജർമ്മൻ പ്രൊഡക്ട്സ് എന്നൊക്കെ പറയുന്നതും ഇവിടെ എഞ്ചിനീയറിംഗ്സ് എന്ന് പറയുന്നതും ടോപ്പ് ക്ലാസ് ആണെന്ന് നമുക്കറിയാം. അതിനേക്കാളും ഈ ജർമ്മൻ കമ്പനികളിൽ ഇരുന്ന് ടോപ്പ് ലെവൽ വർക്ക് ചെയ്യുന്ന ഇഷ്ടംപോലെ മലയാളികൾ എനിക്കറിയാം. ജപ്പാന്റെ ഉൽപ്പന്നങ്ങളെ പറ്റി എന്താ അഭിപ്രായം? ജപ്പാൻ റിലയബിൾ ആണ്, 100% എല്ലാ പ്രൊഡക്റ്റിലും റിലയബിൾ ആണ്. അവിടെ ഇരുന്ന് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന മലയാളികൾ എനിക്ക് നേരിട്ട് അറിയാം. മനസ്സിലായോ? ഇതിന്റെ ഒക്കെ പുറകിൽ മലയാളീസ് ഉണ്ട്. ഇതിന്റെ എല്ലാം പുറകിൽ മലയാളികളുണ്ട്. അത് മാത്രമല്ല, ഈ പറയുന്ന ജപ്പാനിൽ ഒരു വേസ്റ്റ് പോലും ഇല്ല. അവരത്ര നീറ്റായിട്ട് എന്നിട്ട് ആ കൺട്രീനെ കൈകാര്യം ചെയ്യാണ്. അപ്പോൾ ഇത് നമുക്ക് പറ്റാഞ്ഞിട്ടല്ല, ഒരു തരം ഹാബിറ്റാണ്. ഇതിന് ട്രെയിനിങ് വേണം. ഇതിന് ചെറുപ്പം മുതലേ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ട്രെയിനിങ് വേണം, നമ്മുടെ ആളുകൾക്ക് ട്രെയിനിങ് വേണം, നമ്മുടെ പ്രായമായ കാരണന്മാർക്ക് ട്രെയിനിങ് വേണം. ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കും. എന്നിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിറ്റ് നോക്കൂ. എന്നിട്ട് നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വെറുതെ മാർക്കറ്റിലേക്ക് വിറ്റ് നോക്കൂ. ഞാൻ വിറ്റ് വയ്ക്കുകയാണ്. അതിനൊരു എക്സാമ്പിൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു കുട്ടികൾ മുളക് വെട്ടി എന്നൊരു കുട്ടികളുടെ മുളക് വെട്ടി അവര് കുറച്ച് ഫേമസ് ആയിരുന്നു. മുളക് വെട്ടി ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ്. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായി. അവർ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഓർഡറുകൾ വന്നു തുടങ്ങി. അത് ഒരു എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു വലിയ പ്രൊസീജിയറായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ അത്. നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ അത് ആക്ച്വലി അത് അങ്ങനെ അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റണ്ടേ? അതെന്താണ് ശരിക്കും അതിന്റെ ഒരു ബാക്കെൻഡിൽ എങ്ങനെയാണ് അത്? ഞാൻ പറഞ്ഞുതരാം. മുളക് വെട്ടി എങ്ങനെ ഓർഡർ വാങ്ങി എന്നുള്ളത് ഞാൻ വേണേൽ പറഞ്ഞുതരാം. അവർക്ക് ഇനി വേറെ സൊല്യൂഷൻ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അവർ പബ്ലിസിറ്റി കിട്ടി. പബ്ലിസിറ്റി കിട്ടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പല രാജ്യങ്ങളിൽ നിന്ന് എൻക്വയറി വരും. ഇപ്പൊ അവർക്ക് വന്നിരിക്കുന്ന ചിലപ്പോൾ ഒരു മലയാളിയുടെ തന്നെ എൻക്വയറി ആയിരിക്കാം. അത് പബ്ലിസിറ്റി കിട്ടി ഓട്ടോമാറ്റിക്കലി എൻക്വയറി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഇവിടുന്ന് ഗുഡ്സ് അങ്ങോട്ട് അയക്കാനുള്ള മാർഗ്ഗം എന്താണെന്ന് അവർ നോക്കും. ഇല്ലേ? അവർ എക്സ്പോർട്ട് ചെയ്തു. സിമ്പിൾ. സിമ്പിൾ. അത്രയല്ലേ ഉള്ളൂ. ഇതിൽ ആവശ്യമില്ലാതെ എന്തിനാണ് നിങ്ങൾ വലിയ ഒരു അങ്ങനെ വേറൊരു രാജ്യത്തേക്ക് വിറ്റു. ആ രാജ്യത്തിന്റെ കുറച്ച് പൈസ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. നമ്മുടെ രാജ്യത്തിന് അത് ഉപകാരപ്പെടുന്നു. നമുക്ക് പൈസ കിട്ടുന്നതിനേക്കാളും ഉപരിയായിട്ട് നമ്മുടെ രാജ്യത്തിന് അതൊരു ഒരു അസറ്റാണ്. അതേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കാര്യം. പക്ഷേ ഇപ്പോൾ ഞാൻ മുളക് വെട്ടിയുടെ ആണെങ്കിൽ പോലും എനിക്ക് പറയാനുള്ളൊരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മലയാളികൾ ഇനിയാണേലും നമ്മൾ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലെ പേരുകൾ ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പല സ്ഥലത്ത് ചെന്നിട്ട് നമ്മുടെ പോർട്ടിനെ പറ്റി എനിക്ക് പറയേണ്ട ആവശ്യങ്ങൾ വരും. വിഴിഞ്ഞ പോർട്ടിനെ പറ്റി പല മീറ്റിങ്ങുകൾ ചെല്ലുമ്പോഴും എനിക്കത് പറഞ്ഞ് ഫലിപ്പിക്കാനോ അവർക്കത് തിരിച്ചു പറയാനോ പിന്നീട് അത് ഓർത്തിരിക്കാനോ അവർക്ക് പറ്റുന്നില്ല.
കോഴിക്കോട് കാലിക്കട്ടായില്ലേ, യെസ് കാലിക്കറ്റ്. എന്തുകൊണ്ടായെന്നറിയില്ലേ? അത് ഉച്ചരിക്കാൻ പറ്റുന്നില്ല. പറ്റാത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ബ്രാൻഡുകൾക്ക് പേര് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലായിടത്തോളം ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായ വ്യത്യാസമുള്ളവരെ മാറ്റി പറയാം, അത് മറ്റ് കൺട്രിയിലുള്ള ആളുകൾക്ക് കൂടെ ഉച്ചരിക്കാൻ പാകത്തിനുള്ളതായിട്ട് ഒരുക്കി വെച്ചു ബ്രാൻഡിന്റെ പേര് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഉച്ചരിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ആക്കി വെച്ചിരിക്കണം. കാരണം വിഴിഞ്ഞം പോർട്ടിന് ഇനി പേര് മാറും, അത് വിടിഞ്ചെന്നാവാൻ സാധ്യതയുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതിന് വേറൊരു പേരിട്ട് നിർത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊന്നും ആരും അങ്ങനെ ചിന്തിക്കത്തില്ല. ഇതൊക്കെ എന്നെ ഫയർ ചെയ്യ ആളുകൾ. പക്ഷേ നമ്മൾ ഇതൊരു ചർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ചെയ്ത വ്യക്തിയാണ്. നിങ്ങളുടെ ഒരു ഇൻഡെപ്ത് നോളജ് എന്തൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ള പ്ലസുകൾ മൈനസുകൾ. സി ഇപ്പം നിങ്ങൾ പറഞ്ഞു മുളക് പൊട്ടി അവർ സോഷ്യൽ മീഡിയയിലൂടെ ഫെയിം ആയതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് ഓർഡർ കിട്ടി. റൈറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കാം എന്നാണ്, എനിക്കറിയില്ല. റൈറ്റ് ഇങ്ങനെ ആയിരിക്കാം. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു അപ്രോച്ച് ഞാൻ പറയാം. ഇപ്പം ഞാനൊരു മാനുഫാക്ചറാണ്, ഞാനൊരു ബയറെ കണ്ടെത്തുന്ന ഒരു എക്സ്പോർട്ടിന് ഒരു ബയറെ കണ്ടെത്തുന്ന ഒരു മെത്തേഡ്, അതൊന്ന്. രണ്ടാമത്, ഞാൻ ഇതൊക്കെ പഠിച്ചിട്ട് എൻ്റെ നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ വളരെ നല്ല ഡാറ്റയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാനൊരു മിഡിൽ മാനെ പോലെ നിന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണെന്ന് വെച്ചു. രണ്ട് അപ്രോച്ചാണല്ലേ. അപ്പോൾ ഇതിനകത്ത് രണ്ടാമത്തെ അപ്രോച്ചിൽ എനിക്ക് ഏത് പ്രൊഡക്റ്റ് എടുക്കാം, ഒന്നാമത്തെ അപ്രോച്ചിൽ ഞാൻ ലിമിറ്റഡ് ആണ്, എൻ്റെ പ്രൊഡക്റ്റ് മാത്രമേ ചെയ്യാൻ പറ്റും. വിജയ സാധ്യത കമ്പാരിറ്റീവ്ലി ഏതിലായിരിക്കും കൂടുതൽ? രണ്ടാമത്തെ പ്രശ്നമായിരിക്കും. റിയലി ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്കായിരിക്കും. കാരണം അത് ഞാൻ ഈ എക്സ്പോർട്ടിൻ്റെ ക്ലാസ് തയ്യാറാക്കിയപ്പോൾ അതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, നിങ്ങൾ പോയിട്ട് അറിവില്ലാത്ത ഒരു പ്രോഡക്റ്റിനെ പറ്റി പോയി മാർക്കറ്റ് ചെയ്യാൻ പോകരുത്. അത് വലിയ രീതിയിൽ നിങ്ങൾക്ക് ദൂഷ്യം ചെയ്യും. അത് പിന്നീട് നിങ്ങൾക്ക് ബിസിനസ്സിനെ ദൂഷ്യം ചെയ്യും. അതുകൊണ്ട് ഒരു പ്രോഡക്റ്റിനെ പറ്റി നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ സംസാരിക്കുന്നതിന് മുമ്പേ അതിന് 100% നിങ്ങളത് ക്ലിയർ ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ മാർക്കറ്റ് ചെയ്യുള്ളൂ. ഇവിടെ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ വരെയുള്ളൊരു ചെറിയൊരു പ്രശ്നമാണ്. ഞാൻ ഇന്ന് രാവിലെ ഒരു ഷർട്ട് വാങ്ങാൻ വേണ്ടി ഇവിടെ ഇന്റർവ്യൂവിന് വരുന്ന ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞാനൊരു ഷർട്ട് വാങ്ങാൻ പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ടെക്സ്റ്റൈൽസിൽ നിൽക്കുന്ന ഒരു ജീവനക്കാരൻ, അദ്ദേഹം വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് പറഞ്ഞു വന്നയാൾ, ഈ ബട്ടൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡാമേജ്, ഇപ്പം ഐ നോ ഇറ്റ്സ് ക്ലിയർലി ഇറ്റ്സ് എ ഡാമേജ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഡാമേജ് അല്ലത്, അത് ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ പറ്റുമെന്ന് പറഞ്ഞു. കുറച്ച് ഇങ്ങനെ പറഞ്ഞു. ഇത് അറിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നമുക്ക് കേൾക്കുമ്പം അയാൾ അതൊക്കെ വിശ്വസിച്ച് ചിലപ്പോൾ ഷർട്ട് എടുത്തിട്ട് പോരാം. എൻ്റെ സ്ഥലത്ത് ഒരു ബയ്യറാണെന്ന് വിചാരിക്കുക, ഒരു വെളിനാട്ടിലൊരു ബയ്യറാണെന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ പോയിട്ട് ഇതേപോലെ തന്നെ അയാളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണത് അതല്ല പ്രശ്നം, അത് ഇങ്ങനെയാണ്. ഷൗട്ട് ചെയ്യലല്ല അവിടുത്തെ പ്രശ്നം, നമ്മളവരെ ചീറ്റ് ചെയ്യാൻ നോക്കുന്നതാണ് അവിടെ കണക്കാക്കുക. പോരാത്തതിന് നമ്മൾ ഇന്ത്യക്കാരാണ്. ആദ്യം അയാൾ ചിന്തിക്കുന്നത് ഇവൻ ചീറ്റ് ചെയ്യാൻ നിൽക്കുന്നതാണോ എന്നാണ്. രണ്ടാമതാണ് അവൻ്റെ പ്രോഡക്റ്റ് കൊള്ളാവും നോക്കുള്ളൂ. ആ പ്രശ്നമുണ്ട്. അതുകൊണ്ട് പ്രോഡക്റ്റുകളെ പറ്റി വ്യക്തമായി അറിയാതെ, ഈവൻ ഒരു ചെറിയ മുളക് പൊടിയാണെങ്കിൽ പോലും അതിൻ്റെ പ്രോഡക്റ്റുകളെ പറ്റി വിശദമായി പഠിച്ച് മനസ്സിലാക്കാതെ മാർക്കറ്റ് ചെയ്യാൻ പോകാൻ പാടില്ല. അതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും പഠിച്ച് മാർക്കറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷം വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. ടീം വലുതാകുമ്പോൾ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. സാർ, ഇവിടെ കേരളത്തിലുള്ള മലയാളികൾ കേരളത്തിലെ പ്രൊഡക്റ്റ് എടുക്കാതെ ഇവൻ പഞ്ചാബിൽ പോയിട്ടും അതേപോലെ തന്നെ ഹരിയാനയിൽ പോയിട്ടും അവരുള്ള പ്രൊഡക്റ്റുകളൊക്കെ സോഴ്സ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവർ പല സ്കാമിലും പോയിട്ട് ചാടാറുണ്ട്. കോമൺ സ്കാമുകൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്? ആ സ്കാമിനെ പറ്റി ഞാൻ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. ഈ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് ഇപ്പോൾ ഒരു ചെറിയൊരു ഈന്തപ്പഴത്തെ പറ്റി നമുക്ക് സംസാരിക്കാം. ഈന്തപ്പഴം ഒരുപാട് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇന്ത്യ തന്നെയുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പിടിക്കാം. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒന്ന് പറയാമോ? ഏതെങ്കിലും നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട് ബന്ധം. ആപ്പിൾ ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യാൻ പോകണം. ആപ്പിളിന് പല ക്വാളിറ്റി ഉണ്ടാവുമല്ലോ, ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, അങ്ങനെ കുറേ ക്വാളിറ്റി ഉണ്ടാവും. ഇതിൽ നോർത്ത് ഇന്ത്യൻസിലെ ഒരു പറ്റം കമ്പനികൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ക്വാളിറ്റി കാണിച്ച് ഓർഡർ എടുക്കും. നമ്മളിപ്പോൾ ഇവിടെ നിന്നിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഫസ്റ്റ് ക്വാളിറ്റി കാണിച്ച് ഓർഡർ എടുക്കും. നോർത്ത് ഇന്ത്യക്കാരെ മനസ്സിൽ പ്ലാൻ ചെയ്ത് അയക്കാൻ വെച്ചിരിക്കുന്നത് തേർഡ് ക്വാളിറ്റി ആയിരിക്കും. മനസ്സിലായോ? പക്ഷെ അവർ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും. ഓർഡർ എടുക്കുന്നത് ബാക്കി എല്ലാ പരിപാടിയും ഫസ്റ്റ് ക്വാളിറ്റിയിൽ നടക്കും. നമ്മളിവിടെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഫസ്റ്റ് ക്വാളിറ്റി തന്നെ അയക്കാന്നുള്ളതായിരിക്കും. തീർച്ചയായും നമ്മൾ ഇത് വെച്ചിട്ട് മറ്റേ പാൽക്കാരൻ പാല് മറ്റേ കൊണ്ടുപോയിട്ട് അത് വിറ്റ് ഇതാക്കുന്ന. നോർത്ത് ഇന്ത്യക്കാരൻ നമ്മൾ 100 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക്, ഫസ്റ്റ് ക്വാളിറ്റിയാണ്. നോർത്ത് ഇന്ത്യക്കാരൻ ഈ സാധനം കൊടുക്കാൻ പോകുന്നത് 40 രൂപയ്ക്കാണ്. മനസ്സിലായോ? ഓട്ടോമാറ്റിക്കലി ആ ഓർഡർ അയാൾക്ക് കിട്ടും. അവസാനം ഗുഡ്സ് അവിടെ ചെല്ലുമ്പോഴേ മനസ്സിലാവുള്ളൂ പറ്റിച്ചു എന്നുള്ളത്. അപ്പോൾ ചീത്തപ്പറ്റ ആർക്കും വന്നു, ഇനി ആ കസ്റ്റമർ നമ്മുടെ അടുത്തോട്ട് വരില്ല. ഒരു ഇന്ത്യൻ പർച്ചേസും നടത്തുകയല്ല. ഈ നോർത്ത് ഇന്ത്യയിൽ ഇരിക്കുന്നവന് ഇത് ഈസി ആയിട്ട് ഇഷ്ടം പോലെ സെയിലും കിട്ടും. കാരണം എന്നാ, ഫസ്റ്റ് ക്വാളിറ്റി ആപ്പിൾ 40 രൂപ വയ്ക്കുന്നു. ഇവിടെ നമ്മളിവിടെ മലയാളികൾ ഇരുന്നിട്ട് ഇത് പരിപാടി നോക്കി കഴിഞ്ഞാൽ നടക്കില്ല. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു ലോകത്തിൽ നമ്മൾ മര്യാദയ്ക്ക് ബിസിനസ് ചെയ്യുന്ന ആളുകളാണെന്ന് ആളുകളെ അറിയിക്കണം.
അതിന് നമ്മൾ ഒരുപാട് എക്സ്പോർട്ടേഴ്സ് കേരളത്തിൽ ജനിക്കണം. റൈറ്റ്. ഒരുപാട് കേരളം കുറച്ചും കൂടി ഡെവലപ്പായിട്ട് വരണം. റൈറ്റ്. എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് കിട്ടത്തുള്ളൂ. റൈറ്റ്. മനസ്സിലായോ? ആനന്ദ് അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നു. ഞാൻ മാക്സിമം ശ്രമിക്കാം. എനിക്ക് അങ്ങനെ സമയം കിട്ടാറില്ല. പക്ഷേ എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഞാൻ മെയിൻ അത് എൻ്റെ പൊളിറ്റിക്സ് അതാണ്. ഓക്കെ. ഞാൻ ഇവിടെ നല്ലത് ചെയ്യുന്ന ആളുകളെ ഏത് പാർട്ടിയിലാണെങ്കിലും ഞാനൊരു കമ്മ്യൂണിസ്റ്റ് മനോഭാവമുള്ള ആളാണ്. എൻ്റെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വിശന്നിരിക്കുമ്പോൾ അവരുടെ മുമ്പിലിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു കുത്തലുണ്ടല്ലോ, അതാണ് ഞാൻ എൻ്റെ കമ്മ്യൂണിസം. അതാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം. ഞാൻ അതാണ് എൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് കരുതുന്നുള്ളൂ. എന്ന് വെച്ചുകൊണ്ട് ഭരിക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് ആണെന്ന് വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കാണിക്കുന്ന എല്ലാ കൊള്ളരുതായ്മയും എല്ലാ ആവശ്യമില്ലാത്ത പരിപാടിയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. അങ്ങനെ എനിക്കൊരു സ്വഭാവമില്ല. പക്ഷേ ഭരിക്കുന്ന പാർട്ടി നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് പറയും. ഓപ്പോസിറ്റ് പാർട്ടി നല്ലത് നല്ല മോശമാണെന്ന് ഞാൻ പറയാറില്ല. എനിക്ക് മാക്സിമം നെഗറ്റീവ് ഞാൻ സംസാരിക്കാറില്ല. എനിക്കത് ഇഷ്ടമല്ല. മാക്സിമം നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ആളുകളിൽ മറ്റുള്ള ആളുകളിൽ നിലനിൽക്കുള്ളൂ, നെഗറ്റീവ് കാര്യങ്ങളെക്കാളും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ഞാൻ എൻ്റെ ബിസിനസ് എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ഉള്ളത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഇതാണ്. ഇന്ത്യ മാർട്ട്, ആമസോൺ, അതൊക്കെയാണ്. പക്ഷേ B2B ആണ്. പക്ഷെ സാറ് ഓൾറെഡി ഇത് ഗ്ലോബൽ ലെവലാണ് ചെയ്യുന്നത്. ഇവിടെ എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ബയറെ കണ്ടെത്തിയിട്ട് വെക്കുന്നതും അതൊരു സ്റ്റെപ്പ്. അതല്ലാതെ ഈ ആമസോൺ B2B, eBay, അലിബാബ ഇങ്ങനെയുള്ള കുറേ പ്ലാറ്റ്ഫോം വഴി നമുക്ക് സപ്ലയർ ആവാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അതെന്താണ് ഓപ്ഷനിൽ ചില പ്രോഡക്റ്റുകൾക്ക് നടക്കും. ഓക്കെ. ചില പ്രോഡക്റ്റുകൾ നടക്കും. ചൈന കംപ്ലീറ്റ് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ചൈനയുടെ ഒരു റേഷ്യോ തന്നെ വേറെയാണ്. ഓക്കെ. നമുക്കിവിടെ ചില പ്രോഡക്റ്റുകൾ നടക്കും. ഓക്കെ. ചില പ്രോഡക്റ്റുകൾ ഒട്ടും നടക്കില്ല. ഞാൻ ഇപ്പം പറഞ്ഞ ആപ്പിളിൻ്റെ പ്രശ്നമല്ലേ, ഈ വേറൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. ഓക്കെ. ഈ B2Bയിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡമം സപ്ലൈസ് ഒരുപാട് മുംബൈയിൽ കാണും. ഓക്കെ. കാർഡമം കിട്ടുന്ന കുറേ സപ്ലൈസ്. വില നോക്കി കഴിഞ്ഞാൽ 8mm കാർഡമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം ഒരു സൈസുള്ള കുഴപ്പമില്ലാത്ത കാർഡമം. ഞാൻ ഇടുക്കിക്കാരനായതുകൊണ്ട് എനിക്കതറിയാം. ഞാൻ ആ പ്രോഡക്റ്റിൽ എക്സ്പേർട്ട് അല്ല. അതിനിപ്പോൾ ആവറേജ് മാർക്കറ്റിൽ 3000 രൂപയാണ് വില ഒരു കിലോയ്ക്ക്. എനിക്ക് 100% ഉറപ്പാണ് 3000 രൂപ 8mm കാർഡത്തിന് വില നിൽക്കുമ്പോൾ ആ 8mm കാർഡമം 2000 രൂപയ്ക്ക് മാർക്കറ്റിൽ എത്തില്ല. അല്ലെങ്കിൽ 2000 രൂപ താഴെ വില ഉണ്ടായിരുന്നപ്പോൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാളായിരിക്കണം. ഈ 8mm കാർഡമം 1500 രൂപയ്ക്ക് അല്ലെങ്കിൽ 1000 രൂപയ്ക്കെന്നും പറഞ്ഞ് ഈ B2Bയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ. മനസ്സിലായോ? ഞാൻ ഇച്ചിരി പറഞ്ഞ ആപ്പിളിന്റെ പരിപാടിയില്ലേ, അത് തന്നെ സംഭവം. സാമ്പിൾ കൊടുക്കുമ്പോൾ ഐറ്റം ഉണ്ടാവും, ഗുഡ്സ് ചെല്ലുമ്പോൾ വേറെ സാധനമായിരിക്കും. അപ്പം നമുക്ക് നോർമലി വരുമ്പം ഇപ്പം വേറെ രാജ്യത്തുള്ള ഗോട്ടിമാലയിലെ കുരുമുളക് പോകുന്നത് പോലെ വേറെ രാജ്യത്തെ പ്രോഡക്റ്റുകൾ പോകുന്നത് പോലെ ഓട്ടോമാറ്റിക്കലി പോകാൻ തുടങ്ങി. ഇവിടെ ഇതിങ്ങനെ ഇടിച്ച് തകർത്ത് കളയാണ്. ഈ കാർഡമത്തിന്റെ ഡേറ്റ ഞാൻ എടുത്ത് പരിശോധിക്കുമ്പോൾ ഞാൻ കാണുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻ കമ്പനീസ് പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ചില കമ്പനികൾ കണ്ടിന്യൂസ്ലി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ബയേഴ്സ് വ്യത്യാസമാണ്. ഒരു പ്രാവശ്യം ബൈ ചെയ്ത ആൾ പിന്നെ ബൈ ചെയ്യുന്നില്ല. അത് ആ ഡേറ്റയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. അതായത് അവരുടെ മാർക്കറ്റിംഗ് അത്രയും ഹെവി ആയതുകൊണ്ട് മോർ സപ്ലൈസ്. അങ്ങനെയല്ലത്, ഇവർ ഫേക്ക് പ്രോഡക്റ്റ് ആണ് അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. ഇതിന് നമുക്ക് കൃത്യമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് ഇതിൽ ഈ ChatGPTയിൽ നമ്മൾ ഈ ഡേറ്റ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഒരു ബയ്യറിൻ്റെ പേര് എടുത്തിട്ട് ഇയാൾ വിറ്റ ആളുകളുടെ പേര്, അയാൾക്ക് എത്ര പ്രാവശ്യം വിറ്റു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം വിട്ടുണ്ട് കാണുള്ളൂ. ഒറ്റ പ്രാവശ്യമാണ് ഒരു കസ്റ്റമർ, ആ കസ്റ്റമറെ കിട്ടി അവനെ പറ്റിച്ചു, ഇനി അടുത്ത കസ്റ്റമർ, അവനെ കിട്ടി അവനെ പറ്റിച്ചു, ഇനി അടുത്ത കസ്റ്റമർ, അങ്ങനെ അങ്ങ് പോക്കാണ് പരിപാടി. അപ്പോൾ ഈ B2Bക്കകത്തേക്ക് ഇവരുമായിട്ട് നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യണം. ഈ പ്രശ്നക്കാരായിട്ട് നമ്മൾ എങ്ങനെ കോമ്പറ്റീറ്റ് ചെയ്യും? ചില പ്രോഡക്റ്റുകൾക്ക് നടക്കും. അതായത് ക്വാളിറ്റി 2-3 എണ്ണത്തിൽ കൊടുക്കാൻ പറ്റാത്ത പ്രോഡക്റ്റുകളിൽ ചിലപ്പോൾ നമുക്ക് സാധിച്ചേക്കാം. പക്ഷേ ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സംഭവം ഇവിടെ ഗോകുമാറിൻ്റെ അടുത്ത് ഈ ഒരു അവസരത്തിൽ പറയാം. ഈ മലയാളികൾ ഒരിക്കലും നിങ്ങൾ പ്രൈസ് കൺസേൺ ആവണ്ട, എനിക്കതാ പറയാനുള്ളത്. ഇപ്പം പല രാജ്യങ്ങളിലും ക്വാളിറ്റി ഉള്ള രാജ്യങ്ങളിൽ പ്രൈസ് കൺസേൺ അല്ല. മലയാളികൾ പ്രൈസ് കൺസേൺ ആവുമല്ല. നിങ്ങൾ ഈച്ച് ആൻഡ് എവറി ടൈം ക്വാളിറ്റിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ. വലിയ ക്വാളിറ്റിയിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കൂ. നിങ്ങൾ പ്രൈസ് കൺസേൺ ആവരുത്. അങ്ങനെയെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ടാവും. ഈ വേൾഡ് പ്രൈസ് കൺസേൺ ആവുന്നത് 10% ഉള്ളൂ. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്. ഞാൻ പലപ്പോഴും പല കമ്പനികൾക്കും ഗുഡ്സിന് നമ്മൾ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ എനിക്കറിയാം ഇത് ഓവർ പ്രൈസ് ആണെന്ന്. പക്ഷേ അവർ നമ്മുടെ ഇടുന്ന സാധനങ്ങൾ മേടിക്കാറുള്ളൂ. ഇൻ ഡെപ്ത് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കും. ഈ പ്രോഡക്റ്റ് ഇങ്ങനെയാണ്, ഈ പ്രോഡക്റ്റിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത്, ഇതിന് ഇന്നതുപോലെ എല്ലാം നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ടാവും. ഇതിന് ഈ സർട്ടിഫിക്കേഷൻസ് ആണോ ഉള്ളത്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആ സർട്ടിഫിക്കേഷൻ ഇല്ല, അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊരു സ്കെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ വേറെ എവിടെയും പോയി വാങ്ങില്ല. അതുകൊണ്ട് എനിക്ക് നമ്മുടെ നാട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഇന്ത്യ മുഴുവനുള്ള സോഴ്സുകൾ ഉപയോഗിക്കൂ. പക്ഷേ നിങ്ങളുടെ തല വെച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. പിന്നീട് നാളെ ജർമ്മനിയുടെയും ജപ്പാന്റെയും പേരിൻ്റെ കൂടെ നമ്മളോട് ഒരു കേരളം പറയണം. തീർച്ചയായിട്ടും സാർ, ആക്ച്വലി ഈ ഒരു ക്ലാസ് ഇതിൻ്റെ ഇങ്ങനെ എക്സ്പോർട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്താ പറയണ്ടേ, എനിക്കൊന്നൊരു ഓഫ്ലൈൻ ക്ലാസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു ആവശ്യം എപ്പോഴാണ് ഇങ്ങനെ തോന്നിയത്?
ഇങ്ങനെ ഒരു ക്ലാസ് കൊടുക്കണം എന്നുള്ളൊരു ആവശ്യം? ഗെറ്റിംഗ് ലോട്ട് ഓഫ് മെസ്സേജസ്, അത്രയും മെസ്സേജസ് വരും. അനന്ത് പോളിന്റെ ആക്ച്വലി ഫേസ്ബുക്ക് പേജ് നോക്കിക്കഴിഞ്ഞാലും ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹം ആ ഒരു വീഡിയോസിലൊക്കെ പറയുന്ന കേൾക്കുന്ന നമുക്ക് തന്നെ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും അല്ലേ? അപ്പം ഈ ക്ലാസിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, ജസ്റ്റ് എങ്ങനെയാണ് അതിന് വരുന്നത്? ഇല്ല, അത് ഒരുപാട് മെസ്സേജുകൾ വരുന്നു എക്സ്പോർട്ടിനെ പറ്റി പറഞ്ഞു കൊടുക്കും. ഞാനിപ്പോൾ ആദ്യത്തെ കുറച്ച് പേരെയൊക്കെ വിളിച്ചു വരുത്തിയൊക്കെ പറഞ്ഞു കൊടുത്തു. ഓക്കെ. അപ്പോൾ അത് എൻ്റെ സമയം ഒരുപാട് പോകുന്നു. ഓക്കെ. സോ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു ഞാൻ ക്ലാസ് എടുക്കുന്ന ആളല്ല, ഞാനിത് പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം ഈ ക്ലാസ് ഞാൻ 2 പ്രാവശ്യം ഓഫ്ലൈനിൽ, 2 പ്രാവശ്യം ഓഫ്ലൈനിൽ നടത്തി. അത് കഴിഞ്ഞിട്ട് 4 പ്രാവശ്യം ഓൺലൈനിൽ നടത്തി. അവസാനം എടുത്ത ക്ലാസ് ഞാനങ്ങ് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് അത് ഞാനിപ്പം ആളുകൾക്ക് കൊടുക്കുകയാണ്. പൈസക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ ഇവർ കാണുള്ളൂ. റൈറ്റ്. അല്ല, അതിൽ അത്രയും നിങ്ങൾ ഈ പറഞ്ഞ ഈ സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ പ്രോസസ്സുകളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതെ. അത് ഉടുമിയിൽ നിന്ന് വാങ്ങാൻ പറ്റും. ഉടുമിയിലെ കോഴ്സ് ഉണ്ട്. ഉടുമിയിലുണ്ട്. അതേപോലെ തന്നെ അത് നമ്മുടെ സ്റ്റാഫുകൾ ബന്ധപ്പെട്ടില്ല, അതിനുവേണ്ടി നമ്മളൊരു സ്റ്റാഫുകൾ കാര്യങ്ങൾ വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്ലാസ്സുകൾ വാങ്ങിച്ച് എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന പല ആൾക്കാർക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിപ്പിംഗ് കോസ്റ്റ്. നമ്മൾ മറ്റ് ഇതിലേക്ക് അയക്കുന്ന സമയത്ത് എത്ര ഷിപ്പിംഗ് കോസ്റ്റ് വരും? സാറിന്റെ അഭിപ്രായത്തിൽ എത്രയാണ് ഏകദേശം കോസ്റ്റ്? വളരെ ചീപ്പാണ്. ആക്ച്വലി വളരെ ചീപ്പാണ്. നമ്മളിപ്പോൾ ഒരു ദുബായിലേക്കാണ് നിങ്ങളൊരു കണ്ടെയ്നർ ഷിപ്പ് അയക്കുന്നെങ്കിൽ സംടൈംസ് ഈ കണ്ടെയ്നർ ഫ്രീ ആണ്. കണ്ടെയ്നർ ചില സമയത്ത് ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട്. അതായത് അത് നമ്മൾ നല്ല ബന്ധമുള്ള ഷിപ്പിംഗ് ലൈനുമായിട്ട് നമുക്ക് നല്ല ബന്ധമുള്ള ആളുകളായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഷിപ്പിംഗ് ഏജന്റ് വളരെ നമ്മളുമായിട്ട് ക്ലോസ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളത് അറിയില്ല. പക്ഷേ സംടൈംസ് ഈ കണ്ടെയ്നർ റിട്ടേൺ പോകാൻ നേരത്ത് കണ്ടെയ്നർ ഫ്രീ ആയിട്ട് വരെ നമുക്ക് കിട്ടാറുണ്ട്. ഞാനൊരു സാരി സെല്ലറാണ്. അപ്പം ഞാനിപ്പം എനിക്ക് അമേരിക്കയിലേക്ക് ഓർഡർ ഉണ്ട്. പക്ഷേ എനിക്ക് ഒരു കണ്ടെയ്നർ അയക്കാനുള്ള ഓപ്ഷൻ ഇല്ല, കാരണം അത്രയും ഡിമാൻഡ് ഇല്ല അവിടെ. ഒരു മലയാളി കമ്മ്യൂണിറ്റീസിനുണ്ട്. അപ്പോൾ എനിക്ക് മാക്സിമം ഒരു 25-30 പീസോ അല്ലെങ്കിൽ 50 പീസോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ എന്നെ സീസണിലേക്ക് വേണ്ടി വരിക. ദാറ്റ് ഇസ് ഓൾസോ എക്സ്പോർട്ട് അല്ലേ? അപ്പോൾ ഇത് ഇത്രയും ചെറിയ കാർട്ടൺ ബോക്സിലൊക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഓക്കെ. എന്തിനാണ് ഈ മലയാളികൾ മാത്രം ടാർഗറ്റ്? ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാ. അരി എക്സ്പോർട്ട് ചെയ്യുക, വെളിച്ചെണ്ണ എക്സ്പോർട്ട് ചെയ്ത് മലയാളികൾക്ക് വിൽക്കുക. പല രാജ്യങ്ങളിലുള്ള മലയാളികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മുടെ ഐഡിയയില്. അല്ല, ഞാൻ കാര്യമായിട്ട് പറയുന്നത് വലിയ മോശമല്ലേ അത്? ഇപ്പൊ ജപ്പാൻകാർക്ക് വേണ്ടി മാത്രം വിൽക്കാൻ വേണ്ടി പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരുന്നെങ്കിലോ നമ്മുടെ അടുത്ത് എന്തെങ്കിലും എത്തുമോ? ഒന്നും എത്തില്ല. അതുകൊണ്ട് ആ കോൺസെപ്റ്റ് ആദ്യം കളയണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ മലയാളികൾക്ക് വേണ്ടി മാത്രം ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ഗ്ലോബൽ സിറ്റിസണിന് വേണ്ടിയിട്ട് ഉൽപ്പന്നങ്ങൾ മലയാളികളെ നിങ്ങൾ കേരളത്തിൽ വിറ്റാൽ മതി. അവർ മറ്റു രാജ്യങ്ങളിൽ ചെന്ന് ആ രാജ്യങ്ങളോട്ട് ആപ്റ്റായിട്ട് ജീവിച്ചോട്ടെ. അതിനല്ല അവർ പോയിരിക്കുന്നത്. അവരുടെ രാജ്യത്തെ ആസ്വദിക്കാൻ വേണ്ടി പോയിരിക്കുന്നതാണ്, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പോയിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവർ എങ്ങനെയും കൊണ്ടുപോയിക്കോളൂ അല്ലേ? അതുകൊണ്ട് ഈ പരിപാടി ആദ്യം ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ആൻസർ. നമുക്ക് ഗ്ലോബലി എല്ലാവരും നമുക്ക് ടാർഗറ്റ് ചെയ്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം. അത് ഒന്നാമത്തെ ആൻസർ. പിന്നെ ഗോകുമാർ വെച്ച് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ അയക്കാൻ പറ്റും. നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും ഈ സീ ഷിപ്മെന്റ് വഴി അയക്കാൻ പറ്റും, അല്ലെങ്കിൽ എയർ ഷിപ്മെന്റ് വഴി അയക്കാൻ പറ്റും. എയർ ഷിപ്മെന്റ് വഴി അയക്കുമ്പോൾ മിക്കപ്പോഴും നല്ല എപ്പോഴും ഇതിൻ്റെ സൈസിനേക്കാൾ ഉപരി അതിൻ്റെ വെയിറ്റ് ആണ് നോക്കുക. സൈസും വെയിറ്റും നോക്കും. വെയിറ്റിന് അനുപാതികമായ സൈസാണെന്ന് നോക്കും. പക്ഷേ വെയിറ്റിനാണ് കാശ് വരിക. ഇത്ര കിലോയ്ക്ക് ഇത്ര രൂപ എന്നാണ് വരിക. അത് നിങ്ങളിപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ടെക്സാസിന് അയക്കുമ്പോൾ 265 രൂപയായിരുന്നു പെർ kg കോസ്റ്റ്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഗുഡ്സ്. ഇനി ഇത് നിങ്ങൾ സീ ഷിപ്മെൻറ്റ് വഴി അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസിനാണ് കാശ് വരുന്നത്. അതൊരു കണ്ടെയ്നറിൽ എത്ര കൊള്ളുന്നതാണ്. ഇനി ഇത് 2 ടൈപ്പിൽ അയക്കാം. ഒന്ന് FCL ആയിട്ട് അയക്കാം, LCL ആയിട്ട് അയക്കാം. FCL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കണ്ടെയ്നർ ഫുള്ള് ലോഡ് ചെയ്യുന്നതിന്, നിങ്ങൾ പറഞ്ഞ കംപ്ലീറ്റ് ആ കണ്ടെയ്നർ ലോഡ് ചെയ്യുന്നതിനാണ്. അത് 20 ഫീറ്റോ 40 ഫീറ്റോ, ഈ 20 ഫീറ്റും 40 ഫീറ്റും കണ്ടെയ്നറാണുള്ളത്. ഇനിയുള്ളത് LCL ആണ്. LCL എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. നമുക്ക് കുറച്ച് ഗുഡ്സ് ഉള്ളെങ്കിൽ പോലും ലെസ് ദാൻ എ കണ്ടെയ്നർ ലോഡ് നമുക്ക് കുറച്ചുള്ളെങ്കിൽ പോലും അയക്കുന്ന ഒരു സിസ്റ്റമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ LCL വളരെ കുറച്ച് ഗുഡ്സ് ആണ് അയക്കുന്നതെങ്കിൽ നമുക്ക് ഈ ബാക്കി വരുന്ന പോർട്ട് ക്ലിയറൻസ് ചാർജ്, അവിടുത്തെ ചെല്ലുന്ന കൺട്രിയിലെ ക്ലിയറൻസ് ചാർജ്, ഇതിനടുത്ത് സർട്ടിഫിക്കേഷൻ കോസ്റ്റുകൾ, ഇതെല്ലാം വലിയൊരു ഗുഡ്സ് അയക്കുന്നതിൻ്റെ സെയിം തന്നെയായിരിക്കും. അതുകൊണ്ട് വളരെ കുറച്ച് ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ ഈ സീ ഷിപ്മെൻറ്റിൽ അയക്കുമ്പോൾ നമുക്കത് ലാഭമാവില്ല. ഇത് ലാഭമാവുന്ന രീതിയിലുള്ള ഗുഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടെയ്നർ അയക്കുന്ന സമയത്ത് പറഞ്ഞു നമുക്കിവിടുത്തെ ലീഗൽ ഫോർമാലിറ്റികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്ട്രേഷനും ഡോക്യുമെൻറ്റേഷനൊക്കെ ഉണ്ട്. അവിടെ ആ ബയർക്ക് എന്തൊക്കെയാണ് ബേസിക്കലി ഈ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സാധനം അയക്കുമ്പോൾ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്? അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ അതൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയുടെ റൂൾസ് ഉണ്ട് അല്ലേ? ഈ റൂൾസ് ഇന്ത്യക്ക് മാത്രം സ്വന്തമാണ്. ഇതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾക്ക് പല റൂൾസ് ആയിരിക്കും. ഓരോ രാജ്യത്തും ഈ ഗുഡ്സ് ചെല്ലുമ്പോൾ അവിടെ അതിന് ക്ലിയറൻസ് എടുക്കാൻ ആ രാജ്യം ഒരു കണ്ടീഷൻ പറയും. അത് ആ രാജ്യത്തിനെ അറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു രാജ്യത്തിൻ്റെ മാത്രം ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ രാജ്യങ്ങളിലും സെപ്പറേറ്റ് റൂൾസാണ്.
സോ അവിടെ ക്ലിയറൻസ് എടുക്കാൻ എന്താ വേണ്ടതെന്നുള്ളത് ബയ്യറിനോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ബയ്യർ പറയുന്ന പേപ്പറുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ സ്വന്തം ഈ കാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഗുഡ്സ് അവിടെ ക്ലിയർ ആവില്ല. അപ്പോൾ അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും പറ്റില്ല. തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതിന്റെ ഷിപ്പിംഗ് കാശ് മുടക്കി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നമുക്ക് നമ്മുടെ പരിപാടി ഫുൾഫിൽ ആവാൻ പറ്റില്ല. ഇനി തിരിച്ചുകൊണ്ടിരുന്ന കേസിൽ ഒരു കാര്യം പറയാം, ആരും ഒരു കാരണവശാലും ക്രെഡിറ്റ് കൊടുക്കരുത്, ക്രെഡിറ്റിന് ഗുഡ്സ് കൊടുക്കരുത്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി ചിലർ ചോദിക്കുന്നത് ക്രെഡിറ്റ് അല്ലാതെ ആരിലും വാങ്ങുമെന്ന് ചോദിക്കും. അങ്ങനെ വാങ്ങിച്ചില്ലെങ്കിൽ വേണ്ട, നിങ്ങളെ ബിസിനസ് ചെയ്യണ്ട. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് ആദ്യം ഗോകുമാർ ചോദിച്ചതിൻ്റെ അകത്ത് ഒരു ചലഞ്ച് ഉണ്ട്, ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത് പൈസ കിട്ടാത്തതുകൊണ്ട്. അത് ഞങ്ങൾ ചെയ്ത മിസ്റ്റേക്കാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു, എൻ്റെ ബിസിനസ്സിൻ്റെ വേസ്റ്റ് കണ്ടീഷൻ ഞാൻ ഏറ്റവും കൂടുതൽ തകർന്നു നിന്നാലും എൻ്റെ സാഹചര്യം എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാനിപ്പോൾ നാളെ ഏട്ടപ്പടലം പൊട്ടി പാളിഷായാലും നമുക്ക് ഇനി എന്തെന്നുള്ളതിനെ പറ്റി നമുക്കറിയാം. അവിടം വരെയാണ് ഞാൻ തകരുള്ളൂ എന്നുള്ളതും എനിക്കറിയാം. ആ ചിന്ത എപ്പോഴും ഒരു സംരംഭകൻ്റെ മനസ്സിലുണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കംപ്ലീറ്റ്ലി മറ്റ് ഇപ്പം നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന സംരംഭങ്ങളെക്കാട്ടി കുറച്ചും കൂടെ ഈ പറഞ്ഞ എമൗണ്ട് വൈസ് നോക്കുകയാണെങ്കിൽ ഹ്യൂജ് ആവുന്നത് കൊണ്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള കാൽക്കുലേഷൻസ് വേണം. പിന്നെ ഇവിടെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരാൾക്ക് എക്സ്പോർട്ട് ചെയ്ത് തുടങ്ങാൻ എത്ര രൂപ വേണം എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് വേറൊരു ഒരു ടൈപ്പ് ഞാൻ ചോദിക്കുക, ഒരു $100 വെച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ലാസ്റ്റ് ഞാൻ അയച്ചൊരു ഷിപ്മെന്റിൽ എൻ്റെ ഒറ്റ പൈസ ഇല്ലായിരുന്നു. അവരെനിക്ക് LC പേയ്മെന്റ് തന്നു, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അത് വെച്ചിട്ട് ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. എന്നിട്ട് ഞാൻ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അവർക്ക് അയച്ചു കൊടുത്തു. എൻ്റെ പേയ്മെന്റ് ക്ലിയർ ആയി. ഇതിൽ പേയ്മെന്റ് കയ്യിൽ പൈസ ഉള്ളതൊന്നും അല്ല ഇതിന്റെ പ്രധാന കാരണം. ഞാനിതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, എൻ്റെ ഒറ്റ പൈസ ഇല്ലായിരുന്നു. ആ ഒരു പ്രൊഡക്റ്റ് വേണ്ടിയിട്ട് നിങ്ങൾ ബജറ്റ് കണ്ടിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഞാൻ USA ഫോട്ടോ ഫ്രെയിംസ് അയക്കുന്നുണ്ട്. USA ഫോട്ടോ ഫ്രെയിംസിൻ്റെ അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് മാർജിൻ ഇല്ല, ലാഭമൊന്നുമില്ല. സോ ഞങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് നഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ കമ്പനീനെ അറിയിച്ചു, പർച്ചേസിന് ആളുകൾ അറിയിച്ചു, ഇത് ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന നഷ്ടമാണ്. അതുകൊണ്ട് ഈ പ്രോഡക്റ്റിന് വേണ്ടി ഈ പ്രോഡക്റ്റ് അവർ ഞങ്ങളിൽ ഓക്കെ ആണെന്ന് കണ്ടു. അപ്പോൾ പ്രോഡക്റ്റിന് വേണ്ടി ഞങ്ങൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ 90% പേയ്മെന്റ് തരുവാണെങ്കിൽ ഞങ്ങളിത് ഉണ്ടാക്കി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഫോട്ടോ ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാൻവാസ് ഉണ്ടല്ലോ, പടം വരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ഞാൻ അതിൻ്റെ പിക്ചർ ഞാൻ തരാം. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ പറഞ്ഞപ്പോൾ ആ കമ്പനി ഞങ്ങൾക്ക് 100% പേയ്മെന്റ് ചെയ്തു. അവർ 100% തന്നേക്കാം, നിങ്ങൾ ഉണ്ടാക്കി തന്നേക്കാം. അങ്ങനെ പോകുന്നത്. ഇതിൻ്റെ അകത്ത് പേയ്മെന്റ് നമ്മളത് ക്രെഡിറ്റ് കൊടുക്കുന്നത് മാക്സിമം 100% ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് എക്സ്പോർട്ടിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ അല്ലെങ്കിൽ LC പേയ്മെന്റ് ആയിരിക്കണം. LC പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സേഫ് സോൺ ആണ്. LC പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ്. അതിൽ നമുക്ക് നമ്മുടെ ബാങ്കിലേക്ക് അവിടുത്തെ ബാങ്കിൽ നിന്ന് വരുന്ന ഒരു അഷുറൻസ് ആണ്. ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു സംഭവം തന്നെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ആളുകൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഡീപ്പായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ടേംസ് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. നമ്മളൊരു ഫൈനൽ ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞിട്ട് നിർത്താം. നിങ്ങളൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വളരെ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയെ ഒരു 5 ഇയേഴ്സിലേക്ക് എങ്ങനെയാണ് കാണുന്നത്? സോ വാട്ട് വിൽ ബി നെക്സ്റ്റ് 5 ഇയേഴ്സ്? ആനന്ദ് പോളിൻ്റെ ഒരു നോളജ് പ്ലസ് നിങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിറ്റി, നിങ്ങളുടെ പൊളിറ്റിക്സ്, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ നെക്സ്റ്റ് 5 ഇയറിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻസ് കാണുന്നത് എക്സ്പോർട്ടിൽ? ഇവിടെ ആനന്ദ് പോളിൻ്റെ നോളജ് എന്ന് പറയുന്നത്, എൻ്റെ നോളജ് വളരെ ലിമിറ്റഡ് ആണ്. എനിക്ക് ആകപ്പാടുള്ള കുറച്ച് പുസ്തകങ്ങൾ വായിച്ചപ്പോൾ കിട്ടിയതും കുറച്ച് രാജ്യങ്ങളിൽ കൂടെ പോയപ്പോൾ കണ്ടതുമായ നോളജ് ആനന്ദ് പോളിനുള്ളൂ. പക്ഷേ എനിക്ക് മനസ്സിലായ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും നോളജ് ഉള്ള ആളുകൾ ഇവിടെ ഒരുപാടുണ്ട്. അവർക്ക് നല്ല നല്ല സംരംഭങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ അവർ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് സ്റ്റെപ്പ് മാറി കഴിഞ്ഞാൽ, ഇപ്പോൾ മന്ത്ലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകത്തിൽ നിന്ന് 1 സ്റ്റെപ്പ് മാറി കഴിഞ്ഞാൽ അവർ മൊത്തത്തിൽ തകർന്നു. അതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഒരുപാട് വലിയ വലിയ സംരംഭങ്ങൾ വരാതിരിക്കുന്നത്. ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ്, ആപ്പിളൊക്കെ പോലെ കേരളത്തിൻ്റെ ഒരു മൊബൈൽ ബ്രാൻഡ് അത് പുറമെ വന്ന് ലോകം മുഴുവൻ വാങ്ങുന്നു. അങ്ങനെ നമ്മൾ മലയാളികളെല്ലാം ഫേമസ് ആണ്. ഒറ്റ ബ്രാൻഡ് മതി ഇവിടുന്ന് ഏതെങ്കിലും ഒറ്റ ബ്രാൻഡ് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഫേമസ് ആയി. പിന്നെ അതിന്റെ ചോട് പിടിച്ച് നമുക്ക് ഒരുപാട് ബ്രാൻഡുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഈ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള കുറച്ച് ആളുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റാർട്ട് ഇൻ ബാംഗ്ലൂർ. അവരത് ബാംഗ്ലൂരിലാണ് തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ ക്രെഡിറ്റ് എല്ലാം ബാംഗ്ലൂരിലാണ്. ഈവൻ സൗത്ത് ഇന്ത്യയിൽ പിന്നെ നടന്നിരിക്കുന്ന ഒരു കാര്യമാണ് സോഡിയം ബാറ്ററി, ഉപ്പിന്ന് ബാറ്ററി ഉണ്ടാക്കുന്നവരും 6 മിനിറ്റ് ചാർജ് ആവുന്നത്. ദാറ്റ്സ് ഓൾസോ ബേസ്ഡ് ഇൻ ബാംഗ്ലൂർ. അപ്പം നമുക്ക് ആക്ച്വലി സൗത്ത് ഇന്ത്യയിലെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ പൊട്ടൻഷ്യൽ ഉണ്ട്. ഇവിടെ ചെസ് ചാമ്പ്യൻസ് ആയിട്ടുള്ള 3 പേര്, വിശ്വനാഥ ആനന്ദ്, പ്രാഗ്, അതുപോലെ ഗുകേഷ്, ഇവരെല്ലാം ചെന്നൈക്കാരാണ്. അപ്പൊ ഇവിടെ ഒരു വലിയ, ഞാൻ പറയുന്നത് കേരളം എന്ന് പറയുന്നിടത്ത്, സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നിടത്ത് വലിയൊരു ഐഡിയോളജിയും ബ്രെയിനും ഉള്ള ആളുകളുണ്ട്. ഇവിടുന്ന് വലിയ വലിയ ബ്രാൻഡുകളും വരണം. അപ്പോൾ നമുക്ക് എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചെറിയൊരു സപ്പോർട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ, ഇപ്പം എനിക്കിങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് കുറേ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഒരു ഫ്രൂട്ട്ഫുൾ പരിപാടിയാണ്. ഇപ്പം ഞാനിപ്പോൾ ചെറിയ കുറച്ച് പരിപാടികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോകുമാറിന് അറിയാം. അപ്പോൾ അതിൽ നമുക്ക് ചെറിയൊരു വരുമാനം ചിലപ്പോൾ കിട്ടുന്നു, അല്ലെങ്കിൽ നാളെ അതൊരു വലിയ കമ്പനി ആവുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് പണമുണ്ട്,
പക്ഷെ ഐഡിയ ഇല്ല. റൈറ്റ്. ശരിക്കും വലിയ പ്രശ്നം പണമുള്ളതാണ്, ഐഡിയ ഇല്ലാത്തതാണ് ഞാൻ കണ്ടിടത്തോളം. പണം സീഡ് ഫണ്ടിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, സീഡ് ബേസ്ഡ് ആയിട്ട് ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഞാനും നമ്മുടെ കുറച്ച് ഈ സെയിം ഐഡിയ ഉള്ള സുഹൃത്തുക്കളെല്ലാവരും കൂടിയിട്ട് ഞങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് കമ്മ്യൂണിറ്റി പയ്യെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കേരള ഇൻവെസ്റ്റ്മെന്റ് കമ്മ്യൂണിറ്റി കേരള എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയാണ് ആദ്യം വരുന്നത്. 820 പീപ്പിൾസ് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. 820 പേരുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓക്കെയാണ്, പക്ഷെ പ്രൊജക്റ്റുകളില്ല. പ്രൊജക്റ്റുകൾ വളരെ കുറവാണ്. ഇപ്പോൾ കുറച്ച് പ്രൊജക്റ്റുകൾ നല്ലപോലെ കയറി വരുന്നുണ്ട്. അപ്പം നമ്മളതിനൊരു ഫസ്റ്റ് മെമ്പേഴ്സിനെ കുറച്ച് പേരെ ഒരു പ്രയോറിറ്റി പോലെ ഇങ്ങനെ മാറ്റി വെച്ച് അതിനങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതൊരു നല്ല രീതിയിൽ ഡെവലപ്പായി വരുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം അതിന് നമ്മളൊരു എൻറ്റിറ്റി ആയിട്ട് മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്. അതിനൊരു നല്ല ഒരു പ്രൊസീജിയർ പോലെ, ഇപ്പം ചെന്നൈ ഏഞ്ചൽസ്, മുംബൈ ഏഞ്ചൽസ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. അപ്പോൾ കേരളത്തിലെ ഉണ്ട് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, കുറച്ച് പേരിൽ കണ്ണൂർ ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുണ്ട്. നമുക്കപ്പോൾ അതിനൊരു കേരളത്തിലൊരു വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മളിപ്പോൾ ഈ പ്ലാനറ്റ് ഇൻവെസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. പിക് കേരള എന്നാണ് എൻ്റെ പേര്. അപ്പം ഇതൊരു 5 വർഷം കൊണ്ട് എന്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് ഏകദേശം ഒരു 12,000 കോടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന രീതിയിൽ ഇതിനെ വളർത്തിക്കൊണ്ടുവരണം. അതിൽ നിന്നും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാന്നുള്ളത്. ഇതിൽ ഈ പിക്കിന് ഒരു റവന്യൂ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക്. അല്ലല്ല, ഈ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനീസിൽ യെസ് അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവണമല്ലോ. കുറേ പൊട്ടിപ്പോവും, കുറേ രക്ഷപ്പെടും. ഞാൻ നമ്മുടെ മീഡിയ കമ്പനിയും എനിക്ക് തോന്നുന്നു ഞാൻ ആനന്ദിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പിക്കിന് വേണ്ടിയിട്ട് നമ്മൾക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അപ്പം പിക്കിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ആനന്ദിന്റെ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇദ്ദേഹം പറഞ്ഞ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി വന്നെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം. അപ്പം ഇനിയും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത്. നമസ്കാരം. താങ്ക് യു സോ മച്ച്.